റെക്കോർഡിങ് വരുന്നുണ്ടോ? സ്ക്രീൻ കറക്റ്റ് ആയിട്ട് ഉണ്ട്. കാണാമോ സ്ക്രീൻ? യെസ്. ഓക്കെ. അപ്പൊ നമ്മള് എല്ലാവർക്കും വെൽക്കം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതൊരു പ്രിപ്പയർഡ് ആയിട്ടുള്ള ടോപ്പിക് ഒന്നുമല്ല, ജസ്റ്റ് ചുമ്മാ പറഞ്ഞപ്പം എടുത്തതേ ഉള്ളൂ. ഇതില് നിങ്ങൾ എക്സ്പേർട്ട് ആൾക്കാരാണ് എല്ലാവരും. ഞാൻ അങ്ങനെ കാൻഡിൽ സ്റ്റിക്സ് അധികം ഫോളോ ചെയ്യുന്ന ആളല്ല, പ്രത്യേകിച്ച് പ്രൈസ് ആക്ഷൻ. അപ്പോൾ ഇത് ബേസിക്കലി മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെ ഫോം ആവുന്നു, എങ്ങനെ സ്മാർട്ട് മണി യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കാണ്, എല്ലാവർക്കും നേരത്തെ കേട്ടിട്ടും കണ്ടിട്ടുള്ളൊക്കെ ഉള്ള ടോപ്പിക്കാണ്. ഞാൻ ഇമീഡിയറ്റ് ഒന്ന് ജസ്റ്റ് പ്രിപ്പയർ ചെയ്തൊരു സ്ലൈഡും ടോപ്പിക്കുമാണ്. അപ്പോൾ ചെറിയൊരു സമയം കാണത്തുള്ളൂ. അപ്പോൾ ഓടിച്ചു പോവാം. അപ്പോൾ മാർക്കറ്റിൽ എന്തൊക്കെ തരത്തിലുള്ള സ്ട്രക്ചർ ഉണ്ടെന്ന് പറയാം. മാർക്കറ്റിന്റെ ബേസിക് സ്ട്രക്ചർ ഏതൊക്കെയാന്ന് പറയാം. മാർക്കറ്റ് ഹലോ ഹലോ പറഞ്ഞോ. സിക്സ് ആയിട്ട് പോകുന്ന സ്ട്രക്ചർ. ഓക്കെ. മാർക്കറ്റിന് രണ്ട് സ്വഭാവമാണ് ബേസിക്കലി ഉള്ളത്. ഒന്ന് ട്രെൻഡിങ്ങും, രണ്ട് കൺസോളിഡേഷനും. കറക്റ്റ് അല്ലേ? ഒന്നുകിൽ അപ് ട്രെൻഡ്, അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ്, അല്ലെങ്കിൽ കൺസോളിഡേഷൻ. മൂന്ന് വേസ് അല്ലേ? ട്രെൻഡിങ് എന്ന് പറയുന്നത് അപ് ട്രെൻഡ് ആയാലും ഡൗൺ ട്രെൻഡ് ആയാലും ട്രെൻഡിങ് എന്ന് തന്നെ പറയുന്നത്. ഓ അങ്ങനെയുള്ള ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പോൾ ബേസിക്കലി രണ്ട് സ്ട്രക്ചറാണ് ഉള്ളത്. ഒന്ന് ട്രെൻഡിങ് സ്ട്രക്ചറും രണ്ട് കൺസോളിഡേഷൻ സ്ട്രക്ചറുമാണ്. ഇനി ഈ ട്രെൻഡിങ് സ്ട്രക്ചർ തന്നെ അപ് ട്രെൻഡ് വരും, ഡൗൺ ട്രെൻഡ് വരും. കൺസോളിഡേഷനകത്ത് പറഞ്ഞാൽ ചോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം തന്നെ മേലോട്ടും പോകും താഴോട്ടും പോകും. അതായത് നമ്മുടെ ഒരു ചീപ്പിന്റെ കണക്ക്, കോമ്പിന്റെ ഒക്കെ കണക്ക് സ്ട്രക്ചർ ആയിരിക്കും. ഫുൾ മേലോട്ട് പോകും, വിക്കടിക്കും, താഴോട്ട് വരും, മെക്കടിക്കും. ഇത് ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സമയത്താണ് ഈ ചോപ്പിംഗ് വരുന്നത്, മാർക്കറ്റ് വിക്സ് ഒക്കെ കൂടി നിൽക്കുമ്പോൾ. പിന്നെ കൺസോളിഡേഷന്റെ വേറൊരു മോഡാണ് റേഞ്ചിങ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ചിൽ തന്നെ ഈ ദാർവാസ് ബോക്സിനൊക്കെ ഫോം ചെയ്യുന്ന മാതിരി ഒരു റേഞ്ചിൽ കുറേ ദിവസം കിടന്ന് കളിക്കും. അതിനകത്ത് പക്ഷെ വോളറ്റിലിറ്റി വളരെ കുറവായിരിക്കും റേഞ്ചിങ്ങിന്. ചോപ്പിങ്ങിന് വോളറ്റിലിറ്റി ഹൈലി കൂടുതലായിരിക്കും. അപ്പം ഇത് രണ്ട് ടൈപ്പ് ബിഹേവിയർ ആണ് മാർക്കറ്റിനുള്ളത്. ഒന്ന് ട്രെൻഡിങ്, രണ്ട് കൺസോളിഡേഷൻ. ഇപ്പൊ മാർക്കറ്റ് മൊത്തത്തിൽ കളിക്കുന്നത് ഈ മൂന്ന് ഏരിയക്കകത്ത് വെച്ച അപ് ട്രെൻഡ് പോവും, കൺസോളിഡേഷൻ വരും, ഡൗൺ ട്രെൻഡ് പോവും, കൺസോളിഡേഷൻ വരും. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു സൈക്കിളായിട്ടാണ് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മാർക്കറ്റിന്റെ ഒരു ഓവറോൾ ബിഹേവിയർ. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ ചാർട്ടൊന്നും കാണിക്കുന്നില്ല. ഇതിനകത്ത് സ്ലൈഡ് ആയതുകൊണ്ട് ചാർട്ടുമായിട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അടുത്ത ഈ കൺസോളിഡേഷൻ സംഭവിക്കുന്ന ഏരിയയിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലിക്വിഡിറ്റി ഫോം ആണ് ചെയ്യുന്നത്. ഈ അപ് ട്രെൻഡിലോ ഡൗൺ ട്രെൻഡിലോ അല്ല ലിക്വിഡിറ്റി യഥാർത്ഥത്തിൽ ഫോം ചെയ്യുന്നത്. ഈ ലിക്വിഡിറ്റി ഫോം ചെയ്യുന്നത് കൺസോളിഡേഷൻ ഏരിയയിലാണ്. അവിടാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡേഴ്സ് യൂഷ്വലി പ്ലേസ് ആവുന്നത്. അപ്പം അതാണ് അതിന്റെ ഒരു രീതി. അപ്പൊ ഇതില് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൂടുതൽ പറയാം. ജുനേദ്രോയ്ക്കൊക്കെ ഇത് അറിയാവുന്ന ഒരു ഏരിയ ആണ്. ഇത് കറക്റ്റ് ആണോ? ഞാൻ ജോബി ചേട്ടന്റെ ക്ലാസ് കേൾക്കാനാ വന്നത്. അതെ, നമ്മളുടെ സജഷൻ ആണ്. അപ്പൊ അങ്ങനെ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. ഞാൻ പറയുന്നത് ശരിയാണോ? ശരിയാണ്. അത് ശരിയാണ്. ഓക്കെ. അപ്പൊ ഇത് നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചറിന്റെ ഐഡിയൽ ഒരു അപ് ട്രെൻഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയൽ കണ്ടീഷൻ ആണ്, അല്ലാതെ നോൺ ഐഡിയൽ അല്ല. ഇപ്പൊ നമ്മൾ ചോദിക്കും ഇത് ഹൈ ആൻഡ് ലോ, ഹൈ ലോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പോകുന്ന ഐഡിയൽ കണ്ടീഷൻ. അല്ലാത്ത ഒരു കണ്ടീഷനിലാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് ആൻഡ് ഹോൾഡറോ ഒക്കെ നമ്മൾ പറഞ്ഞ മാതിരി വേരിയസ് പാറ്റേൺസ് ഉണ്ടാവും. അപ്പൊ അതല്ലാതെ നോക്കുകയാണെങ്കിൽ ഒരു ഐഡിയൽ അപ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ ലോയിൽ നിന്ന് തുടങ്ങി ഹൈയിലേക്ക് പോവാണ്. ഹൈയിൽ നിന്ന് വീണ്ടും അത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഹൈ ലോ ക്രിയേറ്റ് ചെയ്ത്, ഹൈ ലോ ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈയുടെ ലോ ആയതുകൊണ്ടാണ് ഇത് ഹൈ ലോ വന്നത്. പിന്നെ ഇവിടെ ഒരു ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തത്, അതായത് ഈ ഹൈയുടെ ഹൈ ആണ്, ഈ ഹൈയുടെ മേളിൽ വന്നതുകൊണ്ടാണ് ഇത് ഹൈ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഹൈ ലോ ആണ്, ഈ ഹൈയുടെ ലോ ആണ് ഈ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് ഈ പ്രീവിയസ് ലോയിൽ താഴെ പോകാത്തത്തോളം കാലം ഇതൊരു ഹൈ ലോ ആണ്. പിന്നെ ഇത് ഇവിടുന്ന് ഹൈ ലോ, അടുത്ത ഹൈ ക്രിയേറ്റ്. ഇതിങ്ങനെയാണ് ഒരു ഐഡിയൽ മാർക്കറ്റ് കണ്ടീഷൻ പോകുന്നത്. ഇപ്പൊ ഈ ഓരോ ടൈമിലും ഇങ്ങനെ പോകുമ്പോൾ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത്, ലോ ക്രിയേറ്റ് ചെയ്ത്, പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നതിന് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നാണ്. ഈ ഒരു പാറ്റേൺ, ഈ ഒരു സ്ട്രക്ചർ, ഇതിന്റെ ഹൈ എന്നുള്ള ഒരു സ്ട്രക്ചറോട് ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു
ഹൈ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ആ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുന്നതിന് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നാണ്, അത് BOS എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ട്രക്ചർ ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവിടെ താഴേക്ക് വരുവാണെങ്കിൽ അടുത്ത ഇതൊരു സപ്പോർട്ട് ഏരിയ അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി സോൺ അങ്ങനെയൊക്കെ പറയാമല്ലോ നമ്മള്, ഡിമാൻഡ് സോൺ, സപ്ലൈ സോൺ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സോൺ ആയിരിക്കും ഈ ഒരു തിരിച്ച് റിവേഴ്സിൽ വരുന്നത്. അപ്പൊ ഈ ഒരു ഹൈലോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ആ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഹൈലോ ക്രിയേറ്റ് ചെയ്തിട്ട് ഹൈ ബ്രേക്ക് ചെയ്യുന്ന ഏരിയ ആണ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിന് ഒരു ഐഡിയൽ അപ് ട്രെൻഡ് കണ്ടീഷൻ. ഇതുപോലെ സെയിം പാറ്റേൺ തന്നെയാണ് ലോയിലും അല്ല ബെയറിഷ് അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിലും ഇതേ ഫോമാറ്റ് സ്ട്രക്ചറുകളാണ് ഐഡിയൽ കണ്ടീഷൻസിൽ ഫോം ചെയ്യുന്നത്. അപ്പൊ ഇനി ഐഡിയലിന് ചെറിയ വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഇലിയോട്ട് വേവ് തിയറി ഒക്കെ നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നത്. ഇതിനൊക്കെ കൂടുതൽ ABCD 1 2 3 4 5 വന്നിട്ട് ABC എന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന ഇലിയോട്ട് വേവ് തിയറി ഒക്കെ വരുന്നത് ഇതിന്റെ തന്നെ കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ് അതിനകത്ത് വരുന്നത്. അപ്പൊ ഇത് പറയുന്നത് സെയിം തന്നെ ഐഡിയൽ ഡൗൺ ട്രെൻഡ് സ്ട്രക്ചർ ആണ്. ലോ ക്രിയേറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ ഇത് ലോവർ ഹൈ, അത് കഴിഞ്ഞ് അതിന്റെ ഈ ലോയ്ക്ക് താഴെ ലോ ക്രിയേറ്റ്, ലോവർ ലോ, അവിടുന്ന് മേലോട്ട് വന്നാൽ ഈ ലോവറുടെ ഹൈ ആണ് ലോവർ ഹൈ. ഇങ്ങനെ തന്നെയാണ് ഡൗൺ ട്രെൻഡിലും ട്രെൻഡ് സ്ട്രക്ചർ മാർക്കറ്റ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. ക്ലിയർ ആണോ ഇത്? ഇനി ഇതിനകത്ത് നമുക്ക് പറയാം ഐഡിയൽ കണ്ടീഷൻ അതാണെങ്കിൽ ചില സമയത്ത് ഇത് സെയിം പോലെ തന്നെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഹൈ ലോ ക്രിയേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ ഫോർമേഷൻസ് ഇതുപോലെ വരും. ഇതിനെ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് എന്നാണ് പറയുന്നത്. ഇത് മെയിൻ സ്ട്രക്ചറിനെ എക്സ്റ്റേണൽ സ്ട്രക്ചർ എന്നും ഇടയിൽ ഫോം ചെയ്യുന്നതിനെ ഇന്റേണൽ സ്ട്രക്ചർ എന്ന് പറയും. പക്ഷെ ഈ ഇടയിൽ ഫോം ചെയ്യുന്നത് ഒരിക്കലും ഈ തുടങ്ങിയ ബ്രേക്ക് ആയി പോകത്തില്ല. അതായത് എക്സ്റ്റേണൽ സ്ട്രക്ചർ ബ്രേക്ക് ആയി പോകത്തില്ല. എക്സ്റ്റേണൽ സ്ട്രക്ചർ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഇത് റിവേഴ്സൽ ആണ്. എന്ന് വെച്ചാൽ ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ ആണ്. ഓക്കെ. അപ്പൊ എക്സ്റ്റേണൽ കാണുന്ന ഇതാണ് ട്രെൻഡ് റിവേഴ്സലിനുള്ള ഏരിയാസ് ആണ് എക്സ്റ്റേണൽ സ്ട്രക്ചേഴ്സ്. അപ്പൊ ഇന്റേണലി ഇത് ബ്രേക്ക് ചെയ്യാത്തോടത്തോളം കാലം ഇവിടെ എത്ര ഫോം ചെയ്താലും ഇതൊരു ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പൊ ഇങ്ങനെ ഇടയിൽ ഈ ഒരു ലോ ഫോം ചെയ്യുന്നതിന് ഹൈ ലോ ഫോം ചെയ്യുന്നിടത്ത് 2 or 3 പീക്കുകൾ വരാം. അപ്പൊ അതിൽ ഏറ്റവും താഴെ വരുന്നതിനെ നമ്മൾ അതിന്റെ ഒരു ഹൈ ലോ ആയിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് അവിടുന്ന് ആണ് പിന്നെ നമ്മൾ അടുത്ത ഹൈ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് റിയലിസ്റ്റിക് കണ്ടീഷനിൽ ഇങ്ങനെ സംഭവിക്കാം. അപ്പൊ ഓരോ ടൈമിലും ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ല. കാര്യം പ്രീവിയസ് ഹൈ ഇത് ബ്രേക്ക് ചെയ്തില്ല, അത് BOS അല്ല. BOS എപ്പോൾ വരുന്നത് വെച്ചാൽ പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രീവിയസ് ലോ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഐഡന്റിഫൈ ആവുന്നത്. അപ്പൊ ഇതിനെ ഇങ്ങനെ വരുന്നതിനെ മേജർ ഹൈ എന്നും അല്ലെങ്കിൽ മേജർ ലോ എന്നും റെപ്രസെന്റ് ചെയ്യുക. അതാണ് മേജർ ഹൈ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഇടയിൽ വരുന്നതെല്ലാം ഇന്റേണൽ ആണ്, ഇതൊന്നും മേജർ അല്ല. ഇതിനകത്ത് ഇവിടെ ആണ് ആ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു കയറുന്നത്. ഇപ്പൊ ഇവിടുന്ന് തിരിച്ചു കയറുമ്പോൾ ഇതാണ് ഹയർ ലോ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് ഇതിനിടയിൽ വരുന്നതിനൊന്നും നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. പക്ഷെ ബ്രേക്ക് ഔട്ട് വരുന്നത് പ്രീവിയസ് ഹൈ ആണ്. അതാണ് ഇന്റേണൽ സ്ട്രക്ചറിന്റെ ഒരു ഇത്. ഈ എക്സ്റ്റേണലിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ട്രെൻഡ് ഇവിടെ റിവേഴ്സ് ആവുന്നു. ഈ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഇവിടെ മേജർ ഹൈ ആണ്, ഇതിനെ എക്സ്റ്റേണൽ സ്ട്രക്ചർ. ഇവിടുന്ന് മേലോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആവുന്നു. അതാണ് എക്സ്റ്റേണൽ സ്ട്രക്ചറിന്റെ ഒരു പ്രത്യേകത. എക്സ്റ്റേണൽ സ്ട്രക്ചറിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാലും അതിന്റെ ക്യാരക്ടർ ചേഞ്ച് ആണ്, താഴേക്ക് വന്നാലും അതിന്റെ ക്യാരക്ടർ ചേഞ്ച് ആണ്. നമ്മൾ അടുത്തതിലേക്ക് പോകുന്ന ക്യാരക്ടർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണ്. അപ്പം ഇതാണ് നമുക്ക് വേണമെങ്കിൽ ഒരു റിയലിസ്റ്റിക് മാർക്കറ്റ് സംഭവിക്കുന്നത്. ഇത് മേജർ ഹൈ ആയിരുന്നു, ഇതാണ് ഏറ്റവും വലിയ ലോ, ഇത് മേജർ ലോ ആയി. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മേജർ ഹൈ, ബ്രേക്ക് ഔട്ട്, ഇത് താഴേക്ക് വരുവാണെങ്കിൽ ഇങ്ങനെ വരും. ഇതിന്റെ ഈ മേജർ ഹൈയും മേജർ ലോയും ആണ് എക്സ്റ്റേണൽ സ്ട്രക്ചർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആണോ ഇത്? ഒരാൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? റൈസ് ഹാൻഡ് ചെയ്തായിരുന്നു. ആരായിരുന്നു? ബെഞ്ചമിൻ. ചോദിക്കൂ. ബെഞ്ചമിന് നേരത്തെ മൈക്കില്ലായിരുന്നു, അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയില്ല. പോയോ? ഹലോ, ഓക്കെ. അപ്പൊ
ഇതാണ് ഒരു ക്യാൻഡിൽ സ്റ്റിക്സിന്റെ ഫോമിൽ നോക്കുവാണെങ്കിൽ നമുക്ക് എക്സാക്ട്ലി ആ ഷേപ്പ് കിട്ടണമെന്നില്ല. അതൊരു ലൈൻ ചാർട്ടിന്റെ ഫോമിൽ നോക്കിയാൽ മാത്രമേ നമുക്ക് അങ്ങനത്തെ ഒരു ഷേപ്പുകൾ കാണാൻ പറ്റൂ. ഇപ്പൊ റിയൽ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചറുകൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ട്രെൻഡ് റിവേഴ്സൽ മനസ്സിലാവുക? അതായത് എക്സ്റ്റേണൽ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ മനസ്സിലായോ? എക്സ്റ്റേണൽ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രീവിയസ് ഹൈ ലോ ബ്രേക്ക് ചെയ്ത് ഇവിടുത്തെ എക്സ്റ്റേണൽ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രെൻഡ് റിവേഴ്സലാണ്. അഥവാ എക്സ്റ്റേണൽ സ്ട്രക്ചർ മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ അത് നേരത്തെ കാണിച്ച സൈഡ് ഇവിടെ കണ്ടിന്യൂഷൻ ആണ്. ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കഴിഞ്ഞിട്ട് ഇതാണ് ഇപ്പോഴത്തെ എക്സ്റ്റേണൽ സ്ട്രക്ചർ. ഇത് ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂഷൻ സിഗ്നൽ ആണ്. അല്ല ഇവിടെ താഴേക്കാണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇത് റിവേഴ്സലാണ്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ എക്സ്റ്റേണൽ സ്ട്രക്ചർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ സ്ട്രക്ചർ പിന്നെ ഇതാണ് ട്രെൻഡ് റിവേഴ്സൽ. പിന്നെ ഇത് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അടുത്ത എക്സ്റ്റേണൽ സ്ട്രക്ചർ ഇതാണ്, പിന്നെ ഇതാണ് ബ്രേക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. എക്സ്റ്റേണൽ സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും ട്രെൻഡിങ്ങിനനുസരിച്ച്. ക്ലിയർ ആണോ? യെസ്. അതെ അതെ. മനസ്സിലായി. അല്ലാതെ നമ്മൾ ആദ്യം കയറുന്ന എക്സ്റ്റേണൽ സ്ട്രക്ചർ തന്നെ അല്ല നമ്മുടെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ റിവേഴ്സൽ ഏരിയ. ഇപ്പൊ ഈ ബ്രേക്ക്ഔട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ പുതിയൊരു ട്രെൻഡിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ എക്സ്റ്റേണൽ സ്ട്രക്ചർ അടുത്ത മേജർ സ്ട്രക്ചറിലേക്ക്, അതായത് മേജർ ലോയിലേക്ക് ഷിഫ്റ്റ് ആവും. ഈ എക്സ്റ്റേണൽ ലോ ഇവിടുത്തെ ഈ മേജർ ലോയിലേക്ക് ഷിഫ്റ്റ് ആവും. അടുത്തത് ബ്രേക്ക് ചെയ്ത് ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്തതിലേക്ക് ഷിഫ്റ്റ് ആവും. അപ്പൊ നമ്മളിങ്ങനെ ട്രെൻഡിങ്ങിലേക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസുകൾ മാറ്റിക്കൊണ്ടിരിക്കുക എക്സ്റ്റേണൽ സ്ട്രക്ചറിന്റെ ഫോർമേഷൻ അനുസരിച്ച്. ഇവിടെ മേജർ ലോ ഇതാണ് ഒരു ചാർട്ടിന്റെ രൂപത്തിൽ വരുവാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ഏരിയ ആണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ട് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ട്രെൻഡ് ആ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്നു. അത്രേ ഉള്ളൂ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു. പക്ഷെ അതിനടുത്ത ക്യാൻഡില് എക്സ്റ്റേണൽ സ്ട്രക്ചർ ഒരു മേജർ ഹൈ ക്രിയേറ്റ് ചെയ്തെങ്കിലും അതിനടുത്തത് സസ്റ്റെയിൻ ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഇതൊരു ബുള്ളിഷ് ട്രെൻഡിലേക്കല്ല. ഇത് വീണ്ടും താഴെ പോയി സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഈ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ചെയ്യുമ്പോൾ മാത്രമേ ഇത് ബുള്ളിഷ് ആണെന്ന് വീണ്ടും ട്രെൻഡ് കണ്ടീഷൻ പറയും. ഇല്ല, ഇവിടെ താഴെ വന്ന് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ട്രെൻഡ് റിവേഴ്സലായി. അപ്പൊ ഈ ഒരു ഏരിയയില് ക്രൂഷ്യലാണ്. എൻട്രി എടുക്കുമ്പം ഡയറക്ട്ലി ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് അടുത്ത ക്യാൻഡിൽ എടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിലും യൂഷ്വലി ഇത് നോക്കുന്നത് ഐഡിയൽ ഒരു ക്യാൻഡിൽ ഫ്രെയിം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ 1 hour ആണ്. 1 hour ആൻഡ് എബോ ആണ്. 1 hour അവന്റെ ബിലോ നോക്കിയിട്ട് കാര്യമില്ല. മിനിമം 1 hour ആൻഡ് എബോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതില് അടുത്ത ക്യാൻഡിൽ ഇവിടെ വരുവാണെങ്കിൽ മാത്രമേ അതൊരു ഐഡിയൽ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെന്ന് പറയാൻ പറ്റൂ. ഇവിടെ ആണെങ്കിലും ഇത് ഫോം ചെയ്തു, ഇതും നോ ലോങ്ങർ ബുള്ളിഷ് അല്ല. രണ്ടാമത്തെ ക്യാൻഡിൽ ഇതിന് മോളിൽ സസ്റ്റെയിൻ ചെയ്തില്ല, അല്ലെങ്കിൽ ഇതിന്റെ വിക്ക് അതിന് മോളിൽ ക്ലോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് ഇത് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ബോഡി ഇതിന് മോളിൽ ക്ലോസ് ചെയ്തിട്ടില്ല. ഇത് വിക്ക് മാത്രം പോയിട്ട് തിരിച്ച് ബോഡി ക്ലോസ് ചെയ്തേക്കുന്ന സെയിം പ്രീവിയസ് ക്യാൻഡിൽ, ആ ബ്രേക്കിംഗ് ക്യാൻഡിൽ തന്നെ. അവിടുന്ന് പിന്നെ അടുത്ത ക്യാൻഡിൽ ഇതിന് മേളിൽ ഫോം ചെയ്താൽ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ. ഇപ്പം ഇത് നോക്കുവാണെങ്കിൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെന്ന് പറയാം. ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ക്യാൻഡിലിന്റെ വിക്ക് പ്രീവിയസ് ക്യാൻഡിലേക്ക് മേളിൽ വന്നതുകൊണ്ട് ഇത് അടുത്തൊരു മേജർ ഹൈ ഫോം ചെയ്ത് അതിനടുത്ത ക്യാൻഡിൽ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഇവിടെ എക്സ്റ്റേണൽ സ്ട്രക്ചർ ഉണ്ട്. ഇല്ല, ഇത് ഇവിടുന്ന് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ ഇത് ട്രെൻഡ് റിവേഴ്സൽ തന്നെ. അപ്പൊ ഇങ്ങനെ ചില പർട്ടിക്കുലർ ആ സ്ട്രക്ചറിന്റെ അടുത്ത് വരുന്ന ക്യാൻഡിലിനോട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന്റെ ട്രെൻഡ് കണ്ടിന്യൂഷൻ ഡിസൈഡ് ചെയ്യുന്നത്. ഇവിടെ ഇത് തന്നെയാണ്. ക്യാൻഡിൽ ഇവിടുന്ന് ബോഡി ടു ബോഡിയാണ്. ഇത് ബ്രേക്ക് ചെയ്ത് മേളിൽ പോയിട്ടില്ല. ഇവിടുന്ന് റിവേഴ്സൽ വന്നിട്ട് ഈ പ്രീവിയസ് ഇവിടുന്ന് അടുത്ത ഒരു ഫുൾ ക്യാൻഡിൽ ഫോം ചെയ്തപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെ ട്രെൻഡ് റിവേഴ്സലായി. ഇതൊരു റിവേഴ്സലിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ
റിവേഴ്സൽ എന്തുകൊണ്ട് സംഭവിച്ചത് കഴിഞ്ഞാൽ ഇത് ബോഡി ടു ബോഡി വന്നു, അതിനടുത്ത ക്യാനിൽ താഴെ വന്നേ. അപ്പൊ ഇതടുത്തേക്ക് ഇവിടെ റിവേഴ്സൽ. പിന്നെ ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ കണ്ടിന്യൂഷൻ ഉള്ളൂ. പിന്നെ താഴേക്ക് ഒന്ന് ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് റിവേഴ്സലായി മാറി. ഇവിടെ ഇത് തന്നെയാണ് സംഭവിച്ചത്. ഇവിടെ താഴേക്ക് വന്നിട്ട് ഈ അടുത്ത ക്യാൻഡിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നെങ്കിൽ അടുത്ത ക്യാൻഡിൽ അതിന് മുകളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് അതിന്റെ വിക്ക്. അതുകൊണ്ട് ഇവിടെ ബ്രേക്ക് ഔട്ട് വരാനുള്ള സാധ്യതയില്ല. ജോബി ചേട്ടാ, ഈ ചാർട്ടില് പിന്നെ ഈ റെഡ് ബുള്ളിഷ് ക്യാൻഡിലും അതുപോലെ വൈറ്റ് ബെയറിഷ് ക്യാൻഡിലും ആണ് കാണിച്ചിരിക്കുന്നത്. അതെ, അല്ലല്ല, റെഡ് ബുള്ളിഷും വൈറ്റ് ബെയറിഷും അത് തന്നെ. ചെറിയ ഡൗട്ടായി പോയല്ലോ, ഞാൻ വലുതാണ് പ്രതീക്ഷിച്ചത്. ഓക്കെ, അടുത്ത ഇതിന്റെ നമ്മളിനി ഇതിപ്പോ നമ്മൾ പഠിച്ച ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ആണ്. ഇനി ഇതിന്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ട്. അത് എപ്പോഴാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്നാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കൊണ്ട് പറയുന്നത്. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇതിനാ ചേഞ്ച് ഓഫ് ക്യാരക്ടർ രണ്ട് ടൈപ്പിലുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ട്. ഒന്ന് മൈനർ ചേഞ്ച് ഓഫ് ക്യാരക്ടറും പിന്നെ ഒന്ന് മേജർ ചേഞ്ച് ഓഫ് ക്യാരക്ടറും. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഔട്ടിന് മുന്നേ വന്നിട്ട് ഇത് ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് ഈ ഒരു കയറുന്ന ഈ ഏരിയ നമുക്ക് മൈനർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മേളിൽ പോയിട്ട് ഇവിടെ വന്നിട്ട് തിരിച്ച് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ ഇവിടാണ് മൈനർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരുന്നത്. ഈ ഒരു ഏരിയ ഇത് പോകുമ്പോൾ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറായി മേളിൽ പോകുമ്പോൾ ഇതാണ് പ്രീവിയസ് ലോ ആയിട്ട് നമ്മൾ കാണുന്നത്. ഇവിടെ വന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫോം ചെയ്തിട്ട് ഇവിടെ മൈനർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇത് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ മൈനർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആവും. ഈ മൈനർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ ഇത് പ്രീവിയസ് ലോ അല്ല, ഇത് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ മൈനർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഈ ഒരു ഏരിയയിൽ ഫോം ചെയ്യാം. പക്ഷെ ഇത് അവിടുന്ന് ഫോൾസ് ബ്രേക്ക് ആവും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇതുപോലെ ടാർജറ്റും സ്റ്റോപ്പ് ലോസും വരച്ച് ട്രെൻഡ് റിവേഴ്സൽ ആയെന്ന് പറഞ്ഞ് മിസ്ഗൈഡ് ചെയ്താൽ നമുക്കൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് ഫെയിലിയർ ആയിരിക്കും. അത് അവിടുന്ന് മേലേക്ക് കയറിപ്പോ. അപ്പൊ ഈ മൈനർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെറിയ ഇന്റേണൽ സ്ട്രക്ചറിന്റെ ബ്രേക്ക് ഔട്ട് നമ്മൾ എടുക്കരുത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്റേണൽ സ്ട്രക്ചറിന്റെ ഇതുപോലുള്ള ബ്രേക്ക് ഔട്ടുകൾ മൈനർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നാണ് പറയുന്നത്. നമുക്ക് എപ്പോഴും വേണ്ട മേജർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണ്. അതിൽ മാത്രമേ ട്രെൻഡ് ഒരു കൺഫർമേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളത് ഫോൾസ് ബ്രേക്ക് ഔട്ടുകൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് വരുന്നത് തിരിച്ചു കയറി പോകും. അപ്പൊ ഇതൊക്കെ ഒരു ഫോൾസ് ആണ്. ഇതൊക്കെ നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പിന്റെ ആ ഒരു കൺസെപ്റ്റ് പറയുമ്പോൾ അതിനകത്ത് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനകത്ത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് മേജർ ചേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ഇതിപ്പോ കേട്ടോ, ഇത് മേജർ ലോ ആണ്. നമ്മുടെ മേജർ ലോയെ ബ്രേക്ക് ചെയ്യുന്നതാണ് വാലിഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. അതായത് മേജർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിക്കുന്ന മേജർ ലോയെ നമ്മുടെ ട്രെൻഡ് കട്ട് ചെയ്യുമ്പോഴേ അവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ സംഭവിക്കും. അത് കഴിഞ്ഞിട്ട് പ്രീവിയസ് ലോ ബ്രേക്ക് ചെയ്ത് കഴിയും, പ്രീവിയസ് മേജർ ലോ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. എന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് ആ ട്രെൻഡിന്റെ ക്യാരക്ടർ മാറി റിവേഴ്സൽ ട്രെൻഡിലേക്ക് വരുന്നു. അതാണ് ചാർട്ടിൽ ഒരു എക്സാമ്പിൾ കാണിക്കാവോ എന്ന് ബെഞ്ചമിൻ ചോദിച്ചേക്കുന്നു. ചാർട്ടിൽ കാണിക്കാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതിന് പറ്റിയ ചാർട്ടിൽ തപ്പിയെടുക്കണം. ഞാൻ അങ്ങനെ തപ്പിയെടുത്തിട്ടില്ല. ബെഞ്ചമിനാന്ന് ചോദിച്ചേ? അതെ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. ചാർട്ടിൽ നിങ്ങൾക്ക് കാണുമെങ്കിൽ നേരെ ചാർട്ടിൽ പോവുക. ചാർട്ടിൽ പോയിട്ട് ഇൻഡിക്കേറ്റർ എടുക്കുക. സ്മാർട്ട് മണി കൺസെപ്റ്റ് SMC എലക്സാൽഗോ എന്നുള്ള ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് ചിലപ്പോൾ വർക്ക് ആയിരുന്നില്ല. ഇത് ഞാൻ കസ്റ്റം ചെയ്ത ഇൻഡിക്കേറ്റർ. ഓക്കെ, SMC ഇടാം, സ്മാർട്ട് മണി കൺസെപ്റ്റ്സ്. ഓക്കെ, ഓക്കെ. ആ 1000 റേഞ്ച് എന്തിനാ അവിടെ സ്റ്റാർ ചെയ്ത് വെച്ചേക്കുന്നത്? ഏതാ
ടൈം ഫ്രെയിം സ്വിച്ച് ചെയ്യുന്നിടത്ത് 1000 റേഞ്ച് എന്താ സ്റ്റാർ ചെയ്തേക്കുന്നത്? സ്റ്റാർ ചെയ്തിട്ടില്ല, അത് ഡിഫോൾട്ട് അവിടെ കിടന്ന ഞാനത് നോക്കാറില്ല. അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ അത്. ഇപ്പൊ ഇതിനകത്ത് നോക്കുമ്പോൾ ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇതിന്റെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ലോയെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നേക്ക് നോക്ക്. ഈ ഒരു ഹൈയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ മൈന്യൂട്ട് ആയിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. ഇത് 1 hourly വേണ്ട, ഡെയിലി ആകുമ്പോൾ കുറച്ചുകൂടെ ഇത് കിട്ടുമായിരിക്കും. ബെഞ്ചമിൻ ഒരു സ്റ്റോക്ക് പറയും. ബെഞ്ചമിന് പണി കൊടുക്കട്ടെ. ഇപ്പൊ ഇത് റിലയൻസിന് നോക്കുകയാണെങ്കിൽ ഇതൊരു മേജർ ലോ ആയിരുന്നു. അവിടുന്ന് ഇത് ബ്രേക്കായി ഇവിടെ ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചു. ഇതിവിടെ പോയിട്ട് ഇത് റിവേഴ്സൽ ആവുകയാണ് ചെയ്യുന്നത്. ഇതിവിടെ ഒരു സ്ട്രോങ് ഹൈ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇതിനകത്ത് സ്ട്രോങ് ഹൈ, സ്ട്രോങ് ലോ, ഇക്വിലിബറിയം, നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ്, അങ്ങനത്തെ ഉള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ഈ ഒരു ഇൻഡിക്കേറ്ററിനകത്ത് തന്നെ നമുക്ക് ഡയറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ സ്ട്രോങ് ഹൈ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സ്ട്രോങ് ഹൈയിൽ റിജക്ഷൻ ആവുന്നു. റിജക്ഷൻ ആകുമ്പോൾ ഇവിടെ ഒരു മൈനർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അതില് റിവേഴ്സിൽ പോയി, നമ്മൾ നേരത്തെ കണ്ട ഫേക്ക് റിവേഴ്സിൽ പോയി. എന്നിട്ട് ഇവിടാണ് നമ്മുടെ മേജർ ലോ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മൈനർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചു, ഇവിടെ മൈനർ ചെയ്ത് ബ്രേക്ക്ഔട്ട് സംഭവിച്ചു. ഇവിടാണ് നമ്മുടെ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ സംഭവിക്കുക. ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ മേജർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിക്കുന്നത്. ഇവിടുന്ന് ഇത് ട്രെൻഡ് റിവേഴ്സലാണ്, ഇത് ഡൗൺ ട്രെൻഡിലേക്കാണ് പിന്നെ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഇനി ഒരു മേജർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വേണമെങ്കിൽ ഇവിടുത്തെ ഈ ലോയിന്ന് വന്നിട്ട് ഇത് ബ്രേക്ക് ചെയ്യണം. ഇവിടുത്തെ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ മേജർ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടത്തുള്ളൂ. ചാർട്ടില് പ്രാക്ടീസ് ചെയ്താൽ മതി. ചാർട്ട് വെച്ചിട്ട് എനിക്ക് പറയാൻ അത്ര എക്സ്പേർട്ട് അല്ല ഞാൻ. ഓക്കെ, നമ്മളിനി ഇവിടെ പോയത് ഇത് വന്നോ? റിലയൻസിൽ താഴെ വന്നിട്ട് സംഭവിച്ചില്ലായിരുന്നോ ചേഞ്ച് ഓഫ് ക്യാരക്ടർ? ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചു. ഇനി ട്രെൻഡ് റിവേഴ്സൽ ആവണ്ടേ, അപ് ട്രെൻഡിൽ പോകണ്ടേ? അത് തന്നെ, താഴത്തെ കൺസോൾട്ടേഷനിൽ നിന്ന് ക്യാരക്ടർ ചേഞ്ച് ആയില്ലേ? ചേഞ്ച് ആയി, പക്ഷെ അവിടെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഒരു ചെറിയ ഇവിടുന്ന് അല്ലേ, ഇവിടുന്ന് ചേഞ്ച് ആയിട്ടില്ല, ഇവിടുന്ന് അവിടെ സപ്പോർട്ട് ചേഞ്ച് ആയി, ആ ഡൗൺ സൈഡ് ക്യാരക്ടർ ചേഞ്ച് ആയി. ആ ക്യാരക്ടർ ചേഞ്ച് ആയതുകൊണ്ടാണ് അത് മുകളിൽ കയറി പോയി. ഇപ്പൊ അത് ആ മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന റെഡ് സോണിലെ ലിക്വിഡിറ്റി വന്ന് നിൽക്കുകയാണ്. ഇതാണ് ചേഞ്ച് ആയത്. അതെ അതെ അതെ. ഓക്കെ, അവിടെ അതുവരെ ഉണ്ടായിരുന്ന ഹയർ അല്ല, ലോവർ ഹൈ ലോവർ ലോ ചേഞ്ച് ആയല്ലോ. ഇവിടെ ചേഞ്ച് ചെയ്യണം. ഈ ഒരു ഏരിയയില് ആ ഒരു ഏരിയയിൽ ചേഞ്ച് ആയി. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ വന്നിട്ട് ഇപ്പൊ എവിടുന്നാണോ ഡൗൺ സൈഡ് സ്റ്റാർട്ട് ചെയ്തത് ആ പോയിന്റിൽ ലിക്വിഡിറ്റി പോയിന്റിലാണ് നിൽക്കുന്നത്. അതെ, ഇപ്പൊ ഈ ചാർട്ട് കണ്ടിട്ട് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവേണ്ടത്? ഇപ്പൊ നമ്മൾ ആ റെഡ് സോണിൽ അവിടെ വന്ന് നിൽക്കുകയാണല്ലോ. അതെ, ഇതിനിപ്പോ ഇവിടുന്ന് ഈ ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ഫോം ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇത് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ക്യാരക്ടർ ഓഫ് ചേഞ്ച് ഫോം ചെയ്യും. ഈ ഒരു ഇത് അതിനുശേഷം മാത്രമേ ഇത് അപ് ട്രെൻഡ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇതുവരെ പോയിട്ട് ഇവിടെ വീണ്ടും ഒരു സ്ട്രോങ് ഹൈ ആണ് നേരത്തെ, അതിൽ നിന്ന് റിവേഴ്സൽ ആവാനുള്ള പോസിബിലിറ്റി ഉള്ളത്. അങ്ങനെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ജുനൈദ് ബ്രോയ്ക്ക് എന്തായാലും അഭിപ്രായം ഉണ്ടോ? എനിക്കിതിന് വലിയ ഐഡിയ ഇല്ല. ഹലോ ഹലോ, ഈ ഒരു ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇനി ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ഇവിടെ വരുന്നുള്ളൂ. ഈ ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മേളിൽ വരുന്നത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണ്, പ്രീവിയസ് ഈ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ.
അപ്പൊ അവിടുന്ന് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെന്നാണ് നമുക്ക് പറയാം. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ ഈ ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല? ഹലോ, കേൾക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ ഈ ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ കണ്ടില്ലേ? ഈ ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ കൃത്യമായിട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് ഇത് ട്രെൻഡ് വന്നത്. അതുവരെ പലപ്പോഴും ഇത് താഴേക്ക് വന്നിട്ടേ ഉള്ളൂ. ഇവിടെ ക്യാരക്ടർ ഓഫ് ചേഞ്ച് ഒരു മൈനർ ക്യാരക്ടർ ഓഫ് ചേഞ്ച് എന്നാണ് പറയുന്നത്. ഇതിന് ശേഷം മാത്രമാണ് ഇതൊരു അപ് ട്രെൻഡ് വന്നത്. അതുപോലെ ഇവിടെ ഇതുപോലൊരു മേജർ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ഇതിന് എഗനസ്റ്റ് സംഭവിച്ചാൽ മാത്രമേ ഇതിന് മേലോട്ട് പോകത്തുള്ളൂ. അപ്പം അതാണ് മേജർ പ്രീവിയസ് മേജർ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ അതിന്റെ ക്യാരക്ടർ ചേഞ്ച് വാലിഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതൊരു ഫുൾ ക്യാൻഡിലിന്റെ ബോഡി ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇത് വാലിഡ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ വിക്ക് ആണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ അത് ഇൻവാലിഡ് ക്യാരക്ടർ ഓഫ് ചേഞ്ച് ആണ്. ഇപ്പൊ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ സംഭവിച്ചിരിക്കുന്ന ഒരു വിക്ക് വെച്ചിട്ടാണെങ്കിൽ അടുത്ത ക്യാൻഡിലും അതിനടുത്ത ക്യാൻഡിലും ഒക്കെ കണ്ടിട്ട് മാത്രമേ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബേസിക്കലി സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് റിവേഴ്സലാണ്. അതായത് പ്രീവിയസ് ഒരു മേജർ ലോയെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മേജർ ഹൈയെ ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു മേജർ ഹൈയെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴാണ്, അതായത് മൊത്തത്തിലുള്ള ട്രെൻഡ് റിവേഴ്സലിന്റെ ടൈമിലാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് നമ്മൾ പറയുന്നത്. ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ നമ്മൾ പറയുന്നത് പ്രീവിയസ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് പോകുന്നതിനാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കഴിഞ്ഞിട്ട് പ്രീവിയസിലെ മേജർ ലോ അല്ലെങ്കിൽ മേജർ ഹൈ ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ മാത്രമേ നമുക്ക് അത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ റിലയൻസിന്റെ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുവാണ്, റിവേഴ്സൽ വന്നു, ഇവിടെ വന്ന് നിൽക്കുവാണ്. ഇനി ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണോ? അപ്പൊ അതിലേക്ക് അടുത്തേക്ക് പോകാം. ലിക്വിഡിറ്റി എന്താണ്? ലിക്വിഡിറ്റി രണ്ട് തരത്തിലാണ് ഉള്ളത്: സ്റ്റാറ്റിക് ലിക്വിഡിറ്റി, ഡൈനാമിക് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി യൂഷ്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയർ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ പാർക്ക് ദെയർ മണി, അതാണ് ലിക്വിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിക്വിഡിറ്റിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡിറ്റി ഒരു മൊമെന്റത്തിന്റെ കാറ്റലിസ്റ്റ് ആണ്, അല്ലെങ്കിൽ മൊമെന്റം ചെയ്യുന്ന ഒരു ഫ്യൂവലാണ്. മൊമെന്റം ഉണ്ടാവണമെങ്കിൽ ലിക്വിഡിറ്റി വേണം, ലിക്വിഡിറ്റി ഇല്ലെങ്കിൽ മൊമെന്റം ഇല്ല എന്ന അവസ്ഥയാണ്. മൊമെന്റം ഉണ്ടാവണമെങ്കിൽ ലിക്വിഡിറ്റി ഉള്ള ഏരിയ എന്നാണ് മൊമെന്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മോസ്റ്റ്ലി നമ്മൾ നേരത്തെ കണ്ട ലിക്വിഡിറ്റി സംഭവിക്കുന്ന കൺസോൾട്ടേഷൻ ഏരിയ ആണ്. കൺസോൾട്ടേഷൻ ഏരിയ ലോങ് കൺസോൾട്ടേഷൻ ശേഷം ഒരു സ്റ്റോക്ക് പെട്ടെന്ന് പറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒരു ലിക്വിഡിറ്റി ക്യാപ്ചർ ചെയ്തത് കൊണ്ട് അവിടുന്ന് ആ അക്യൂർ ചെയ്തിട്ടാണ് അത് പോകുന്നത്. സ്റ്റാറ്റിക് ലിക്വിഡിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എവിടേക്കാണ് ലിക്വിഡിറ്റി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗ് ലോയിൽ ഈക്വൽ ലോസ് ഏരിയാസ് ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ ഒരു ട്രെൻഡിനകത്ത് സിംഗ് ലോ, ഈക്വൽ ലോസ്, ഈ ഏരിയാസിലൊക്കെ ലിക്വിഡിറ്റി സോണുകളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സിംഗ് ഹൈസ്, ലോവർ ലോസ്, ഇപ്പോൾ ഇതുപോലുള്ള ഒരു ട്രെൻഡ് നോക്കുവാണെങ്കിൽ ഈ ഏരിയയിലൊക്കെ ശക്തമായിട്ട് കയറുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ലിക്വിഡിറ്റി സോൺ. ഇപ്പൊ രാവിലെ ഞാൻ സപ്പോർട്ട് റെസിസ്റ്റൻസ് വന്നപ്പോൾ അലം പറഞ്ഞില്ലേ, ചാനല് അല്ലെങ്കിൽ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട്. അതുപോലെ അങ്ങനെ വരുന്ന ട്രെൻഡ് ലൈനിന്റെ ഈ ബോട്ടംസ് അല്ലെങ്കിൽ ടോപ്സിലൊക്കെയാണ് ലിക്വിഡിറ്റി കൂടുതലായിട്ട് സ്റ്റാറ്റിക് ലിക്വിഡിറ്റി കണ്ടുവരുന്നത്. പിന്നെ ഈക്വൽ ഹൈസ്, ഈക്വൽ ലോസ് മാതിരി ഈക്വൽ ഹൈസ്, സിംഗ് ഹൈസ്, പിന്നെ വരുന്നത് ഇതുപോലെ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ, അതായത് ഓർഡർ ബ്ലോക്കുകൾ ഫോം ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതൽ ഓർഡറുകൾ ഒരു സ്ഥലത്ത് ലിമിറ്റ് ഓർഡറിൽ ഇട്ട് വെക്കുന്ന ഏരിയാസ് ഉണ്ടല്ലോ, അതായത് ഡിമാൻഡ് സപ്ലൈ സോണുകൾ. ആ ഒരു ഏരിയയിൽ ഓർഡർ ബ്ലോക്കുകൾ ഒരുപാട് ഉള്ളതുകൊണ്ടാണ് അത് ആ ഒരു ഡിമാൻഡ് സോൺ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിലും ഈ ലിക്വിഡിറ്റി സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട്. പിന്നെ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിബനാച്ചി റീട്രേസ്മെന്റിന്റെ ഏരിയസിൽ ഓർഡർ ബ്ലോക്ക്, ഫിബനാച്ചി റീട്രേസ്മെന്റ് വെച്ചിട്ട് വരുന്ന ഏരിയാസിൽ, എസ്പെഷ്യലി ഗോൾഡൻ സോണില്, ഗോൾഡൻ റേഷ്യോയില്, ഈ ഒരു ഏരിയയിലൊക്കെയാണ് ലിക്വിഡിറ്റി, സ്റ്റാറ്റിക് ലിക്വിഡിറ്റി കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയാസിൽ അവിടെ ലിക്വിഡിറ്റി. ഒരു ഹാൻഡ് റൈസ് വന്നേക്കുന്നു. ആരാ? ബെഞ്ചമിൻ. ഹാൻഡ് റൈസ് ലിക്വിഡിറ്റി എന്താണെന്ന് അദ്ദേഹത്തിന് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാൻ ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത്.
ലിക്വിഡിറ്റി എന്താണെന്ന് മലയാളത്തിൽ ലിക്വിഡിറ്റി എന്നോട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അതിന്റെ മലയാളം. ഒരു കൂട്ടം സാധനങ്ങൾ, ഒരു കൂട്ടം ഓർഡറുകൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ഇൻട്രസ്റ്റഡ് പാർട്ടീസ് അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡേഴ്സ്, മേജർ ഫൈനാൻഷ്യൽസിന്റെ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഓർഡറുകൾ വന്ന് ഹിറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് ലിക്വിഡിറ്റി എന്ന് യൂഷ്വലി പറയുന്നത്. അതായത് ഇത് കാണുമ്പോൾ അറിയില്ല, സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ഫിബനാച്ചിയുടെ ഗോൾഡൻ റേഷ്യോസ്, ഓർഡർ ബ്ലോക്ക് ഏരിയാസ്, സിങ് ലോ, സിങ് ഹൈ. ഇവിടെയൊക്കെ എന്തുകൊണ്ട് ഇത് മൂവ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബൾക്ക് ഓർഡർ അല്ലെങ്കിൽ ഒരു ബഞ്ച് ഓഫ് ഓർഡേഴ്സ് അല്ലെങ്കിൽ ഒരു ആൽക്കോ സെറ്റിങ്സ് അല്ലെങ്കിൽ ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസുകൾ, ഇതൊക്കെ വരുന്ന ഒരു ഏരിയ ആണ് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത്. അതിനിപ്പോ മലയാളത്തിൽ കൃത്യമായിട്ട് പറയാൻ എനിക്കറിയില്ല. അതിൽ അറിയാവുന്നവർ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ആവുകയില്ല. ഈ ലിക്വിഡിറ്റി കൂടുക എന്ന് പറയുമ്പോൾ നമുക്ക് വോളിയം കൂടുന്നതിന് എങ്ങനെ പറഞ്ഞുകൂടെ? അവിടെ വോളിയം എപ്പോഴും കൂടുതലായിരിക്കുമല്ലോ. ഈ ലിക്വിഡിറ്റി കൂടുന്ന ഏരിയ വോളിയം സംഭവിക്കണമെങ്കിൽ ട്രേഡ് നടന്നാലേ വോളിയം സംഭവിക്കത്തുള്ളൂ. അല്ല, ലിക്വിഡിറ്റി വോളിയം രണ്ടാ. ട്രേഡായി മാറി ഈ ഓർഡറുകൾ ട്രേഡായി മാറുമ്പോഴേ അത് വോളിയമായി മാറത്തുള്ളൂ. അല്ലേ? അത് കറക്റ്റ് അല്ലേ? അതെ അതെ. അപ്പൊ അതാണ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി ഒരു ഡിമാൻഡിങ് സോൺ അല്ലെങ്കിൽ എപ്പോഴും ഓർഡറുകൾ വരെ വന്ന് വീഴാൻ പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണ് ലിക്വിഡിറ്റി സോൺ. ആൾക്കാർ ഇൻട്രസ്റ്റഡ് ഏരിയ ആണ്. അത്രേ ഉള്ളൂ. നമ്മൾ എപ്പോഴും മൂന്നാറിൽ പോകുന്ന മാതിരി. ഇപ്പം ലിക്വിഡിറ്റി ഉള്ള സ്ഥലത്തേക്ക് മാർക്കറ്റ് ഇറങ്ങി വരും, കയറി പോവുകയും ചെയ്യും. ലിക്വിഡിറ്റി സീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ. ഇനിയിപ്പോ ഈക്വൽ ലോസ്, ഈക്വൽ ഹൈസ്, സിംഗിൾ ലോസ്, ഡൈനാമിക് ട്രെൻഡ് ലൈൻസ്, ചാനൽസ്, ഓർഡർ ബ്ലോക്സ്, സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ്, ഫിബനാച്ചി റീട്രേസ്മെന്റ് ലെവൽസ്. എസ്പെഷ്യലി ഫിബനാച്ചിയുടെ നോക്കുകയാണെങ്കിൽ ഗോൾഡൻ സോൺ അല്ലെങ്കിൽ ഗോൾഡൻ റേഷ്യോയിൽ എന്തുകൊണ്ട് റിവേഴ്സൽ എടുക്കും അല്ലെങ്കിൽ ഫിബനാച്ചി കൺസെപ്റ്റിൽ അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ലിക്വിഡിറ്റി സോൺ ആണ്. എല്ലാവരും അവിടെ വന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് അത് ലിക്വിഡിറ്റി സോണായി മാറുന്നത്. അതുപോലെ തന്നെ ചില ഡെയിലി ക്യാൻഡിൽസിന്റെ ബോഡി ഷാഡോ ഇതുപോലെ വന്നിട്ട് റിവേഴ്സിൽ കയറി പോവാണെന്ന് വെച്ചാൽ ഇവിടെ ഇതിന്റെ സെല്ലേഴ്സിനെ പുഷ് ചെയ്ത് കയറ്റാൻ വേണ്ടിയുള്ള ബയേഴ്സ് ഇവിടെ ഉള്ളത് കാരണമാണ് ഇത് തിരിച്ച് ഇത്രയും വലിയൊരു വിക്ക് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് വേണമെങ്കിൽ ഡെയിലി ക്യാൻഡിൽസിൽ കൺസിഡർ ചെയ്യണമെന്ന് പറയുന്നത്. ബെഞ്ചമിൻ വീണ്ടും ചോദ്യം ചോദിച്ചേക്കുന്നു. ബെഞ്ചമിനെ പുറത്താക്കേണ്ടി വരും. ബെന്നാണോ ബെഞ്ചമിൻ? അതെ, ആയിരിക്കും. ഓ കള്ളാ. മൈക്ക് ഇല്ലാത്തവരെ എന്റർടൈൻ ചെയ്യുന്നതല്ല ക്വസ്റ്റിനകത്ത്. അവിടെ ഓർഡർ ഉണ്ടെന്ന് ചാർട്ട് നോക്കാതെ ഇവരെ കണ്ടുപിടിക്കുമല്ലോ. ലൈവ് ഇന്ററാക്ഷൻ വേണം. ലിക്വിഡിറ്റി ചാർട്ട് നോക്കി തന്നെ കണ്ടുപിടിച്ചാൽ മതി. ചാർട്ടില് സപ്പോർട്ട് റെസിസ്റ്റൻസുകളും മറ്റുകളൊക്കെ വരയ്ക്കുമ്പോൾ ലിക്വിഡിറ്റി അറിയാൻ പറ്റും. ലിക്വിഡിറ്റി സോണുകൾ ഈ കാണുന്നതൊക്കെയാണ് ലിക്വിഡിറ്റി സോൺ. ഈ കളറായിട്ട് ഐഡന്റിഫൈ ചെയ്തേക്കുന്നതൊക്കെയാണ് ലിക്വിഡിറ്റി സോണുകൾ. റിലയൻസിന്റെ കേസിൽ താഴത്തെ ലിക്വിഡിറ്റി മൊത്തം ഗ്രാബ് ചെയ്തില്ലേ? അപ്പൊ മോർ ചാൻസസ് ടു മൂവ് ഹൈ അല്ലേ? അതെ. ഓർഡർ ബ്ലോക്ക്, ഇവിടെ ഓർഡർ ബ്ലോക്കുകൾ വേണമെങ്കിൽ നമുക്ക് ഫിൽട്ടർ ചെയ്ത് വെക്കാം. ഇന്റേണൽ ഓർഡർ ബ്ലോക്ക്, ഇത് ഓർഡർ ബ്ലോക്കുകളാണ് ഇതിനകത്ത് ഐഡന്റിഫൈ ചെയ്തത്. ഓർഡർ ബ്ലോക്കുകളാണ് ലിക്വിഡിറ്റി ഏരിയ, ഓർഡർ ബ്ലോക്കുകളാണ്. ഫെയർ വാല്യൂ നമ്മൾ ഇട്ടില്ല. ഡെയിലി ലോ, ഡെയിലി ഹൈ, വീക്ക്ലി ലോ, വീക്ക്ലി ഹൈ, ഇതെല്ലാം ലിക്വിഡിറ്റി ഏരിയാസ് നമുക്ക് ഇടാം. പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് സോൺസ്, ഇക്വിലിബ്രിയം സോൺസ്, ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞ് ഇതെല്ലാം ഇതിനകത്ത് വരും. ഇപ്പൊ ഡിസ്കൗണ്ട് ഇതൊരു ലിക്വിഡിറ്റി സോൺ ആണ്, ഇതൊരു ഓർഡർ ബ്ലോക്ക് സോൺ ആണ്, ഇതൊരു ഓർഡർ ബ്ലോക്ക് സോൺ ആണ്, ഇതൊരു ഓർഡർ ബ്ലോക്ക് സോൺ ആണ്. ലിക്വിഡിറ്റി അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ലിക്വിഡിറ്റി അഫക്ട് ചെയ്തേക്കുന്ന ഫാക്ടേഴ്സ് മാർക്കറ്റ് ട്രെൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ പർട്ടിക്കുലർ സെക്ടർ ട്രേഡിംഗ് വോളിയം ലിക്വിഡിറ്റി അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ലിക്വിഡിറ്റി ഉള്ളിടത്താണ് വോളിയം ജനറേറ്റ് ചെയ്യുന്നത്. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഓർഡറുകളാണ്. ഓർഡറുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ വണ്ടി ഓടണമെങ്കിൽ ഫ്യൂല് വേണം. സോ മാർക്കറ്റിലെ പ്രൈസിന് മൂവ് ചെയ്യണമെങ്കിൽ ലിക്വിഡിറ്റി വേണം. ആ ലിക്വിഡിറ്റി ഉണ്ടാക്കുന്നത് ആരാണ്? നമ്മളാണ്. നമ്മൾ ബൈ ചെയ്യാനും സെൽ ചെയ്യാനും തയ്യാറാകുമ്പോഴാണ് ലിക്വിഡിറ്റി ഉണ്ടാകുന്നത്. സോ എവിടെയാണ് ലിക്വിഡിറ്റി കൂടുതൽ ഉണ്ടാകുന്നത് അവിടേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. അല്ലെങ്കിൽ ഒരു പോയിന്റിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് അവിടെ ലിക്വിഡിറ്റി ഉണ്ടാക്കിയിട്ട് ആ ലിക്വിഡിറ്റി മുഴുവനും എടുത്തുകൊണ്ട് പോകും. നമ്മളിപ്പം കാണുന്ന സോ കോൾഡ് ചാർട്ട് പാറ്റേൺസുകളെല്ലാം ലിക്വിഡിറ്റി ഫോർമേഷൻസ് ആണ് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നത്. ബിക്കോസ് അവരുടെ കയ്യിൽ ഹ്യൂജ് മണിയാണ് ഇരിക്കുന്നത്. നമ്മളെ പോലെ 1 ലക്ഷമോ 2 ലക്ഷത്തിന് വാങ്ങാൻ വരുന്നവരല്ല, കോടികൾക്ക് പർച്ചേസ് ചെയ്യാൻ വരുന്നവരാ.
കോടികൾക്ക് പർച്ചേസ് ചെയ്യാൻ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ദിവസം 1 കോടി രൂപയായിട്ട് ഒരു സ്റ്റോക്ക് വാങ്ങാൻ വന്നു. പക്ഷേ സിംഗിൾ ഡേയിൽ മുഴുവനും വാങ്ങാൻ കഴിയത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയ്ക്ക് വാങ്ങുകയും വേണം. ഉദാഹരണത്തിന് ഒരു പ്രൈസ് റേഞ്ചിനകത്ത് നമുക്ക് വാങ്ങണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടെ ബൈ ഓർഡറുകളും സെൽ ഓർഡറുകളും പതുക്കെ പതുക്കെ ക്രിയേറ്റ് ചെയ്ത് ബാക്കിയുള്ള റീറ്റെയിലേഴ്സിനെയൊക്കെ അട്രാക്ട് ചെയ്യും. അപ്പൊ എല്ലാ ആളുകളും അങ്ങോട്ടേക്ക് ഓടി വരും. അപ്പോഴാണ് ഈ കാണുന്ന പാറ്റേണുകൾ ഫോം ചെയ്യുന്നത്. പാറ്റേണുകൾ ഫോം ചെയ്യുമ്പോഴത്തേക്കും പാറ്റേണുകളുടെ ടോപ്പിലും ബോട്ടത്തിലും ഒക്കെ ലിക്വിഡിറ്റി ഫോർമേഷൻസ് ഉണ്ടാവും. അതായത് ഓർഡറുകൾ ഉണ്ടാവും. ഇന്ന ലെവലിന് താഴേക്ക് വരികയാണെങ്കിൽ വിൽക്കണമെന്ന് കരുതി നമ്മളെല്ലാവരും SL ഓർഡറുകൾ ഇട്ട് വയ്ക്കും. ഇന്ന ലെവലിന് ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ അതിന് മുകളിലേക്ക് ബൈ കിട്ടണമെന്ന് കരുതിയിട്ട് നമ്മളെല്ലാം GTT ഓർഡറുകൾ ഇട്ട് വയ്ക്കും. അല്ലെങ്കിൽ ആ ഒരു പ്രൈസിന് താഴേക്ക് ഷോർട്ട് ചെയ്യുന്നവൻ അവന്റെ SL മുകളിൽ കീപ്പ് ചെയ്യും. ഇങ്ങനെ ഒരുപാട് ഓർഡറുകൾ ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ 10,000 ക്വാണ്ടിറ്റി ആണ് വാങ്ങേണ്ടതെങ്കിൽ ഒരു കൃത്യമായ പ്രൈസ് റേഞ്ചിനകത്ത് നിർത്തി ഒരു 10,000 ക്വാണ്ടിറ്റി വാങ്ങണമെന്ന് വെച്ചോ ഒരാൾക്ക്. അപ്പൊ 10,000 ബൈ ഓർഡറുകളും സെൽ ഓർഡറുകളും ക്രിയേറ്റ് ചെയ്യപ്പെടണം. എന്നാൽ മാത്രമേ അവന്റെ ആക്ഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ഈ 10,000 ബൈ ഓർഡറുകളും സെൽ ഓർഡറുകളും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടേക്ക് റീറ്റെയിലേഴ്സും ബാക്കിയുള്ളവരും ഒക്കെ വരണം. അവര് അപ്പൊ ഈ വന്ന് ഇത്തരം ഓർഡറുകൾ മാർക്കറ്റ് ഡെപ്ത്, ട്രേഡിംഗ് വോളിയം, പ്രൈസ് ഇതെല്ലാം ലിക്വിഡിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. തീർച്ചയായും. അപ്പൊ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഹ്യൂജ് ബൈ നടക്കുന്നു എന്ന് കാണുമ്പോഴത്തേക്കും അവിടുത്തെ ലിക്വിഡിറ്റി മുഴുവനും എടുത്തു. പ്ലസ് ആ പ്രൈസിനെ മുകളിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വില്ലിങ് ആവുന്നു. അവിടെ ഹ്യൂജ് വോളിയം ട്രേഡ് നടന്നു. അത്രയും വോളിയം ഷെയറുകൾ അവിടെ ട്രേഡ് ചെയ്യപ്പെട്ടു. അപ്പൊ ഹയർ ഹൈ ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് കയറിപ്പോകുന്ന ഒരു സ്റ്റോക്കിന്റെ ഹയർ ലോയിൽ എപ്പോഴും SL ഓർഡറുകൾ ഉണ്ടാവും. നമ്മളാണെങ്കിലും വെക്കും ഈ ലോയ്ക്ക് താഴെയാണെങ്കിൽ ഞാൻ എക്സിറ്റ് ആവുകയാണെന്ന്. അങ്ങനെ ഓർഡറുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഈ മാർക്കറ്റിന്റെ ഓർഡർ ഫ്ലോ അറിയാവുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഡെഫിനറ്റ്ലി അവർ ആ പ്രൈസിനെ അങ്ങോട്ടേക്ക് പുഷ് ചെയ്യും. കാരണം അവൻ ആ പ്രൈസ് അവന് ഡിസ്കൗണ്ട് പ്രൈസിന് ബൈ ചെയ്യാനുള്ള ചാൻസ് ആണ്. അതെ, ആ SL പ്രൈസിൽ ബൈ ചെയ്യാൻ വേണ്ടിട്ട് അവര് ട്രൈ അവൻ ആ SL ഏരിയയിൽ കൊണ്ടുവന്ന് അവന് വേണ്ടുന്ന ക്വാണ്ടിറ്റി എത്രയാണോ അത്രയും ക്വാണ്ടിറ്റി അവിടുന്ന് ബൈ ചെയ്ത് വീണ്ടും പ്രൈസിന് മുകളിലേക്ക് കയറ്റും. അപ്പൊ വീണ്ടും റീറ്റെയിലേഴ്സ് കയറും. അപ്പൊ അവരെന്ത് ചെയ്യും? വീണ്ടും താഴെ SL ഓർഡറുകൾ ഇടും. അപ്പൊ വീണ്ടും താഴേക്ക് പുഷ് ചെയ്യും. അവിടുന്ന് വീണ്ടും ബൈ നടക്കും. അങ്ങനെ അവൻ പ്രോഫിറ്റിൽ എത്തുന്ന സമയത്താകുമ്പോഴത്തേക്കും അവന്റെ ക്വാണ്ടിറ്റി അവൻ ഡംപ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴത്തേക്കുമാണ് പ്രൈസ് താഴേക്ക് പോകുന്നത്. ഇപ്പൊ എവിടെ തന്നെ നല്ല രീതിയിൽ താഴേക്ക് പോകും. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഈ നമ്മളിപ്പോ ഒരു സ്റ്റോക്കിന്റെ ചാർട്ടിൽ അത് 1 മിനിറ്റിലേക്ക് മാറ്റി നോക്കുവാണ്. ഇപ്പൊ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് 1 മിനിറ്റ് അല്ലേ ഏറ്റവും കുറവ്. 1 മിനിറ്റിലേക്ക് മാറ്റി നമ്മൾ നോക്കുന്ന ടൈമിന് അതിനകത്ത് ജസ്റ്റ് ഒരു UCLC ആ ഒരു ടൈപ്പിലാണ് 1 മിനിറ്റിൽ കാണിക്കുന്നതെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? അത് ആ സ്റ്റോക്ക് അത്രയും ലിക്വിഡിറ്റി കുറവുള്ളതാണെന്നാണോ? അതല്ല, വളരെ ചെറിയ ലോ ഫ്ലോട്ട് ഷെയറുകളെ ഉള്ളൂ. 1 മിനിറ്റിലേക്ക് മാറ്റി നമ്മൾ നോക്കുമ്പോൾ അതില് അറ്റ്ലീസ്റ്റ് UCLC ടൈപ്പിലാണ് ആ സ്റ്റോക്ക് പോകുന്നതെങ്കിൽ ആ സ്റ്റോക്കിന്റെ ലിക്വിഡിറ്റി ഏറ്റവും കുറവെന്നല്ലേ കാണിക്കുന്നേ? അതെ അതെ അതെ, വോളിയം കുറവാണ്. ഓക്കെ, ഹൈ ട്രേഡിംഗ് വോളിയം, വോളിയം ഹയർ ലിക്വിഡിറ്റി അല്ല, അവിടെ ലിക്വിഡിറ്റി ഉണ്ടാവും, പക്ഷെ വോളിയം കുറവാണ്. മീൻസ് അതായത് ഇപ്പോ 10,000 ഷെയറേ ഉള്ളൂ ട്രേഡ് ചെയ്യാനെന്ന് വെക്കുക. അപ്പൊ വാങ്ങാനും വിൽക്കാനും 10,000 ഷെയറേ ഉള്ളൂ. ആ 10,000 ഷെയറിനകത്തെയും പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്, സ്പ്രെഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ കൂടുതലായിരിക്കും. ഒരാൾ വിൽക്കാൻ വെക്കുന്ന 100 രൂപയ്ക്കും മറ്റേയാൾ വാങ്ങാൻ താല്പര്യപ്പെടുന്ന 105 രൂപയ്ക്കും ആയിരിക്കും. അപ്പൊ 100-ൽ നിന്ന് 105-ലേക്ക്, 105-ൽ നിന്ന് 100-ലേക്ക് ആ പ്രൈസിന്റെ സ്പ്രെഡ് കൂടുതലാണ്. നേരെ മറിച്ച് ഹൈ വോളിയം ഷെയറുകളിനകത്ത് സ്പ്രെഡ് കുറവായിരിക്കും. വളരെ 100 രൂപ, 100, 101 അല്ലെങ്കിൽ 101 രൂപ 50 പൈസ 20 പൈസ ആ ഒരു റേഞ്ചിൽ ട്രേഡിങ് നടക്കും. ബിക്കോസ് ഷെയറുകളുടെ എണ്ണം കൂടുതലാണ്. ഏത് റേഞ്ചിലും വാങ്ങാനും വിൽക്കാനും ആളുകളുണ്ട്. അപ്പൊ ഷെയർ എടുക്കുമ്പോൾ എപ്പോഴും അതിന്റെ സ്പ്രെഡ് നോക്കിയാൽ മതി. Okay, so high trading volume leads to higher liquidity, right? അതെ, അത് തന്നെ. തിരിച്ച് ഇപ്പൊ ബെഞ്ചമിൻ ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ചേ, ഫ്രീ ഫ്ലോട്ട് ഷെയർ. ഇതല്ല ഞാനും ആദ്യം ചോദിച്ചത്. ഈ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ വോളിയം ഉദ്ദേശിക്കുന്നത് ഞാനും ആദ്യം ചോദിച്ചു. ഈ ലിക്വിഡിറ്റിയും ഫ്രീ ഫ്ലോട്ട് ഷെയറുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫാക്ടർ എന്താണ്? ഫ്രീ ഫ്ലോട്ട് ഷെയർ എന്ന് പറയുന്നത് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ അവൈലബിൾ ആയിട്ട്, അതായത് പ്രൊമോട്ടേഴ്സിന്റെ ഹോൾഡിംഗ് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ ഉള്ള ഷെയറുകളാണ് ഫ്രീ ഫ്ലോട്ട് ഷെയറുകൾ എന്ന് പറയുന്നത്. ഈ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് ഫ്രീ ഫ്ലോട്ട് ഷെയറിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ്. അപ്പൊ ആ ഫ്രീ ഫ്ലോട്ട് ഷെയറിന്റെ കൂടുതൽ
ഓർഡർ വരുവാണെങ്കിൽ അത് അവിടെ നടക്കത്തില്ല, അത്രയും സ്കേഴ്സിറ്റി വരും, അപ്പൊ പ്രൈസ് ജമ്പ് ചെയ്ത് പോകും. അല്ല ഫ്രീ ഫ്ലോട്ട് ഷെയറിനകത്താണെങ്കിൽ നമ്മൾ ഈ ഡെലിവറി വോളിയം നോക്കുമ്പോൾ അല്ലെങ്കിൽ ട്രേഡ് വോളിയം നോക്കുന്നത് ഈ ഫ്രീ ഫ്ലോട്ട് ഷെയറിന്റെ ഡെലിവറി വോളിയം അല്ലെങ്കിൽ ട്രേഡ് വോളിയാണ് നോക്കുന്നത്. ബാക്കി പ്രൊമോട്ടേഴ്സിന്റെ എപ്പോഴും ഡെഡ് വോളിയമാണ്, അത് മാർക്കറ്റിലേക്ക് വരുന്നില്ല ട്രേഡ് ചെയ്യാൻ. അതാണ് ഫ്രീ ഫ്ലോട്ടിന്റെ ഒരു അപ്പൊ വ്യത്യാസം. ഈ ഫ്രീ ഫ്ലോട്ട് ഷെയർ ആവശ്യമുള്ള ഒരു സ്റ്റോക്ക് ആയിക്കോട്ടെ, അതായത് ഫ്രീ ഫ്ലോട്ട് ഷെയറിന്റെ ആ ഒരു ക്വാണ്ടിറ്റി അത്യാവശ്യം ഹൈ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആയിക്കോട്ടെ, അതിനകത്ത് വൺ സൈഡഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ബയ്യേഴ്സ് മാത്രമേ ഉള്ളൂ അതിനകത്ത്, ബയ്യേഴ്സ് മാത്രമാണ്. ഇപ്പൊ ഇന്നത്തെ ദിവസം അത് ട്രേഡ് ചെയ്യുമ്പോൾ ബയ്യേഴ്സ് മാത്രമേ ഉള്ളൂ. ആ സ്റ്റോക്കിന് നമുക്ക് ആ ദിവസം അത് ലിക്വിഡാന്ന് പറയാൻ പറ്റുമോ? ലിക്വിഡാന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് യൂസ് അടിച്ചു പോവല്ലേ. ബയേഴ്സ് മാത്രമേ ഉള്ളൂ, സെല്ലേഴ്സ് ഇല്ലെങ്കിൽ അവിടെ പ്രൈസും ആക്ഷനും അല്ലെ ട്രേഡ് നടക്കുന്നില്ല. അപ്പൊ അത് യൂസിലേക്ക് അപ്പൊ അതായത് പോകുന്നില്ല. നമ്മൾ ബയ്യേഴ്സും സെല്ലേഴ്സും ആക്റ്റീവ് ആയിട്ടുള്ളതിനെയാണ് നമുക്ക് ഒരു നല്ല ലിക്വിഡ് അതെ അല്ലെങ്കിൽ ലിക്വിഡ് അതെ സ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റുന്നത്. അതെ. ഇപ്പൊ ഓപ്ഷൻസ് ഒക്കെ എടുത്താലും നമ്മള് ഓപ്ഷൻസ് ബൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പയറി ഡേറ്റിന് അടുത്ത് വരുമ്പോൾ ചില സമയത്ത് നമുക്ക് ഈ ഓപ്ഷൻ തിരിച്ച് വിൽക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇല്ലിക്വിഡായി മാറും. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ബാക്കിയുള്ള പൊസിഷനിൽ അൺവൈൻഡ് ചെയ്ത് പോയി കഴിയും, നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ മേടിക്കാൻ ആളില്ലാത്തൊരവസ്ഥ വരും. അപ്പൊ അത് ഇല്ലിക്വിഡാണ്. അതായത് ബയേഴ്സും സെല്ലേഴ്സും ആക്റ്റീവായിട്ടുള്ളിടത്ത് മാത്രമേ വോളിയം നടക്കൂ. ഈ യൂസ് എടുക്കുന്ന സ്റ്റോക്കുകൾ അതുകൊണ്ടാണ് മറ്റേ ഡോജി സ്ട്രെയിറ്റ് ലൈൻ മാത്രമേ വരുന്നുള്ളൂ. ലൈൻ ഡോജി വരുന്നത് അതുകൊണ്ടാണ്. അവിടെ പ്രത്യേകിച്ച് വോളിയം ഒന്നും നടക്കുന്നില്ല, അവിടെ ക്യാൻഡിലിന്റെ ബോഡി ഒന്നും ഫോം ചെയ്യുന്നില്ല. അവിടെ ആണെങ്കിൽ ഒരു അൺസർട്ടനിറ്റി ആണ്. അവിടെ വിൽക്കാൻ ആളില്ല, അല്ലെങ്കിൽ എൽ സി അടിക്കുകയാണെങ്കിൽ അവിടെ വാങ്ങാൻ ആളില്ല. ആ ഒരു കണ്ടീഷനാണ്. അവിടെ വോളിയം ട്രേഡ് നടക്കുന്നില്ല. അത് ലിക്വിഡ് അല്ല, ലിക്വിഡാണ് ആ കണ്ടീഷൻ. ലിക്വിഡിറ്റിയുടെ മലയാളം ഓക്കെ, താങ്ക് യു. ലിക്വിഡിറ്റിയുടെ മലയാളം തരളത്വം. കേട്ടോ ബെഞ്ചമിൻ? തരളത്വം കേട്ടോ? ഓക്കെ, അപ്പൊ അടുത്തതിലോട്ട് പോട്ടോ. ഹലോ, യെസ് ബെന്നി ഇനി മലയാളം ചോദിക്കത്തില്ല. താങ്ക് യു ജുനൈദ് ബ്രോ. അടുത്ത ഒരു ലിക്വിഡിറ്റി ടൈപ്പ് ആണ് ഡൈനാമിക് ലിക്വിഡിറ്റി. ഡൈനാമിക് ലിക്വിഡിറ്റി ഫോം ചെയ്യുന്നത് ഒരു വിത്തിൻ എ മാർക്കറ്റ് സ്ട്രക്ചറിനകത്ത് ഫോം ചെയ്യുന്നതാണ്. മറ്റേത് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ആണ്, നമ്മളാണ് സ്റ്റാറ്റിക് ലിക്വിഡിറ്റി. അത് ഫിക്സഡ് ഏരിയാസിലാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാതെ ഒരിടത്ത് ഇരിക്കുന്ന സാധനത്തിനാണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സപ്പോർട്ട് റെസിസ്റ്റൻസുകളൊക്കെ സ്റ്റാറ്റിക് ഇതാണ്, സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. പക്ഷെ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്, അല്ലെങ്കിൽ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ മാറിക്കൊണ്ടേയിരിക്കും. ഡൈനാമിക് സപ്പോർട്ട് റെസിസ്റ്റൻസുകളാണ് മൂവിങ് ആവറേജുകളും ട്രെൻഡ് ലൈനും ഒക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ അതുപോലെയാണ് ഡൈനാമിക് ലിക്വിഡിറ്റി. ഡൈനാമിക് ലിക്വിഡിറ്റി ഫോം ചെയ്യുന്ന ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്യുന്ന ഏരിയാസ്, അതുപോലെ തന്നെ അത് ഇന്റേണൽ ലിക്വിഡിറ്റി ആണ് ഫെയർ വാല്യൂ ഗ്യാപ്പിന് പറയുന്നത്. ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്ന് നമുക്ക് ഇച്ചിരി താഴ്ത്തും പറയാം. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ ഹൈയും ലോയും വരുന്ന ഈ മാർക്കറ്റ് സ്ട്രക്ചറിനകത്ത് വരുന്ന ഹൈയും ലോയും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അത് ഏരിയ ആണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഈ ഡൈനാമിക് ലിക്വിഡിറ്റി പൊതുവെ സ്റ്റാറ്റിക് ലിക്വിഡിറ്റിയൊക്കെ വോളിയം കുറവായിരിക്കും. പക്ഷെ ഇത് FVG എന്ന് പറയുന്നത് ഫെയർ വാല്യൂ ഗ്യാപ്സ് എന്നാണ് പറയുന്നത്. അതായത് സഡൻ ആയിട്ട് ജുനൈദ് ബ്രോ പറഞ്ഞ ചെറിയ ഒരു ഓർഡർ ഇട്ടിട്ട് അതിന് സഡൻ ആയിട്ട് ഒരു വലിയ ക്യാൻഡിൽ ഫോം ചെയ്യിക്കുന്നതിനാണ് ഫെയർ വാല്യൂ ഗ്യാപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ സ്റ്റാറ്റിക് ലിക്വിഡിറ്റി, ഈ ഇടയിൽ വരുന്നതൊക്കെ ഡൈനാമിക് ലിക്വിഡിറ്റി ആണ്. ഇത് മൊത്തത്തിലുള്ളൊരു. ഇനി ജോബിച്ചേട്ടാ, അപ്പൊ സഡൻ ആയിട്ട് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യിക്കുന്നതെന്ന് പറയുമ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് അപ്പൊ ലോവർ ടൈം ഫ്രെയിമിന് മാത്രമാണോ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നുള്ള കൺസെപ്റ്റ് വാലിഡ് ആയിട്ടുള്ളത്? അപ്പൊ നമ്മളത് ഡേ ടൈമിലേക്കും അല്ലെങ്കിൽ വീക്ക്ലി ടൈമിലേക്കും എടുത്തു കഴിഞ്ഞാൽ സഡൻ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അല്ല, സഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ക്യാൻഡിൽ, അത് യൂഷ്വലി 1 hour ക്യാൻഡിലൊക്കെയാണ് നമുക്ക് ഫെയർ വാല്യൂ കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നോക്കിക്കോ, ഇതുണ്ട്, ഇവിടുന്ന് ഇവിടെ വന്ന് ക്യാൻഡിൽ ഫോം ചെയ്തേക്കുന്നുണ്ടോ? ഇത് ഒരു ഗ്യാപ്പ് ആണെങ്കിൽ പോലും ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിട്ടാണ് ഇതിനകത്ത് ഐഡന്റിഫൈ ചെയ്തത്. ഇത് നോക്ക്, ഈ ഒരു ക്യാൻഡിൽ, ഇത് ഇവിടുന്ന് വലിയൊരു ക്യാൻഡിൽ, അതായത് വിക്ക് കുറവായിരിക്കും, ബോഡി ആയിരിക്കും കൂടുതൽ. ഇങ്ങനെ ഒരു ക്യാൻഡിലാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. സഡൻ ആയിട്ട് ഒരു പുഷിൽ ഈ സാധനം മേളിൽ കയറിപ്പോയി. അപ്പൊ ഇങ്ങനെയുള്ള ഇത് ക്യാൻഡിൽസിനാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്യാൻഡിൽസിനകത്ത് ഐഡന്റിഫൈ ചെയ്യും. നമ്മൾ ആ ഫെയർ വാല്യൂ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ക്യാൻഡിൽസ് വരുമ്പോൾ ഇത് ഐഡന്റിഫൈ ചെയ്യും.
ഉണ്ട്. ഇത് കണ്ട, ഇവിടെ കണ്ട, ഈ ഒരു ലോങ് ക്യാൻഡിൽസ് ആണ് ഫെയർ വാല്യൂ ഗ്യാപ്സ് എന്ന് പറയുന്നത്. ഇനി ലിക്വിഡിറ്റി ഗ്രാബ് എന്ന് പറയുന്നത് ഇതുപോലെ അപ്പൊ നമ്മള് ഒരു UC അല്ലെങ്കിൽ LC അല്ലെങ്കിൽ UC അടിക്കുന്ന ഒരു സ്റ്റോക്ക്, അപ്പൊ ഒരാഴ്ച അത് UC അടിച്ചെന്ന് വിചാരിച്ചു, അപ്പൊ അതിന്റെ ഫെയർ വാല്യൂ എല്ലായിടത്തും അതിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരിക്കത്തില്ലേ? ഇല്ല, നമ്മൾ ഈ ആ ഒരു കൺസെപ്റ്റ് കാണാം. UCLC സ്റ്റോക്ക് ഈ ഒരു സ്മാർട്ട് മണി കൺസെപ്റ്റിൽ നിന്ന് മാറ്റി നിർത്തുക. UCLC സ്റ്റോക്കിനകത്ത് മാർക്കറ്റ് സ്ട്രക്ചറുകളൊന്നും പ്രത്യേകിച്ച് ഫോം ചെയ്യുന്നില്ല. നമ്മൾ ഈ പറഞ്ഞ ഒരു ലോവർ ലോയും ലോവർ ഹൈയും ഹയർ ലോയ്സും ഇതൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് ജമ്പ് ചെയ്ത് പോവാണ്. അപ്പൊ അത് നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് ഔട്ട് ഓഫ് ദി ടോപ്പിക്ക് വെക്കുന്നതായിരിക്കും നല്ലത്. അതിന് പ്രത്യേകിച്ച് പിന്നെ ക്യാൻഡിൽസിനൊരു ഫോർമേഷൻ ഒന്നും ഇല്ലല്ലോ. അതിനകത്തൊരു വികാരം ഇല്ലാത്ത ഒരു രീതിയാണ് UC അടിക്കുന്ന സ്റ്റോക്കുകൾ, LC അടിക്കുന്ന സ്റ്റോക്കുകൾ. അതിന് ഒറ്റ സ്വഭാവമേ ഉള്ളൂ, ഒന്നി UC അല്ലെങ്കിൽ LC. അതിനകത്ത് വോളിയം ട്രേഡ്, ഈ മാർക്കറ്റ് സ്ട്രക്ചർ അതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് ഫോം ചെയ്ത് കിട്ടത്തില്ല അങ്ങനെയുള്ള സ്റ്റോക്കുകൾ. ഒരു ബ്രീത്തിങ് ഗ്യാപ്പ് ആണോ അതല്ലെന്നുണ്ടെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കി എടുക്കാം? അല്ല, ഫെയർ വാല്യൂ ഗ്യാപ്പ് എപ്പോഴും ആ ഒരു ഇൻവെസ്റ്റേഴ്സ്, ഹൈ ഇൻവെസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന, ഇപ്പൊ ലിക്വിഡിറ്റി സോണുകളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഹ്യൂജ് ഓർഡർ, അതായത് അവർക്ക് ഉദ്ദേശിക്കുന്ന വോളിയം മാർക്കറ്റിൽ ഇല്ല എങ്കിൽ അവർ ഇതുപോലെ ഒരു സഡൻ ആയിട്ട് ഒരു ഹ്യൂജ് എമൗണ്ട് ഇട്ടിട്ട് ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യും. ആ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ട്രെൻഡ് നമ്മൾ മിസ്ഗൈഡ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ കൂടെ കയറും. ഓൾവേസ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിന് ശേഷം അത് തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് ആ ഫെയർ വാല്യൂ ഗ്യാപ്പിന് 50% ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ടോപ്പിലെങ്കിലും വന്ന് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ കയറി പോകത്തുള്ളൂ. അപ്പൊ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ജുനൈദ് ബ്രോ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ അതിന്റെ കൂടെ കയറുമ്പോൾ അവരത് മേളിൽ ചെന്നിട്ട് അത് കട്ട് ചെയ്യും. ആ പോർഷൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്നുള്ള നമ്മുടെ സ്റ്റോപ്പ് ലോസുകൾ മൊത്തം എടുത്തിട്ടായിരിക്കും അവർ താഴോട്ട് വരുന്നത്. അപ്പോഴത്തേക്ക് അവർക്ക് മേടിക്കാനുള്ള ക്വാണ്ടിറ്റി അവർ അക്യൂമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫേക്ക് ഗ്യാപ്പുകളാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന അൽഗോ വഴിയാണ്. ഇതൊന്നും മാനുവലി ആരും ചെയ്യുന്നതല്ല. ഇത് അൽഗോയിൽ പ്രോഗ്രാം. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ ജയിലിന്റെ ഇത് കണ്ടായിരുന്നു, ഒരു വീഡിയോ. അപ്പൊ ഇതിനകത്ത് ഈ ജയിലിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളെയൊന്നും അല്ല. മാത്തമാറ്റീഷ്യൻസ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, സയന്റിസ്റ്റ്, മാത്തമാറ്റിക്കൽ അനലിറ്റിസ്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിൽ എക്സ്പേർട്സ്, ഇങ്ങനെയൊക്കെയുള്ള IIT എന്നുള്ള അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ് അവിടെ ജോലിക്ക് എടുത്തേക്കുന്നത്. അവരാണ് ഇതെല്ലാം ബിൽഡ് ചെയ്യുന്ന ഈ അൽഗോരിതം ഒക്കെ. അല്ലാതെ മാർക്കറ്റ് ഡെയിലി പ്രോഫിറ്റ് എടുക്കുന്നതിനെ കൊണ്ടിരുന്നിട്ട് അല്ല അവിടെ ട്രേഡ് ചെയ്യിക്കുന്നത്. അവർ ഈ അൽഗോരിതം ഇങ്ങനെ ഭയങ്കര ഒരു സയന്റിഫിക് ആയിട്ട് R&D ഒക്കെ ചെയ്തിട്ടാണ് അവർ സെറ്റ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അത് വെച്ചിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. ഇത്രയും ഹ്യൂജ് ഓർഡറുകൾ നടക്കണമെങ്കിൽ അതിന് തക്കതായ ഒരു സിസ്റ്റവും ഒരു സെറ്റപ്പും ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പൊ ഇനി ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഈ ലിക്വിഡിറ്റി സോണുകളിലുള്ള ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഫേക്ക് ബ്രേക്ക്ഔട്ടുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. ഇത് നമ്മളൊരു ലിക്വിഡിറ്റി സോണാന്ന് വെച്ചാൽ ഇവിടെ കണ്ട ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് ഇതുപോലെ നമ്മളെ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താ വിചാരിക്കുന്നത്, നമ്മൾ ആ ഒരു ഡയറക്ഷനിലേക്ക് ട്രേഡ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ താഴേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. ഇത് നമ്മളെയൊക്കെ മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പൊ ഇതൊരു ലിക്വിഡിറ്റി ഗ്രാബാണ്. ഈ ഒരു ഏരിയ ലിക്വിഡിറ്റി ആണ്. ഇപ്പൊ ഇവിടെ താഴേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആൾക്കാർ പുതിയ ഓർഡറുകൾ കൊണ്ടിട്ടിട്ട് താഴേക്ക് ട്രേഡ് ചെയ്യും. പക്ഷെ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് താഴേക്ക് നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടിരിക്കും. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഇവിടുത്തെ നേരെ ഇവിടുന്ന് ഇത് റിവേഴ്സ് ചെയ്യും. റിവേഴ്സ് ചെയ്തിട്ട് ഈ സ്റ്റോപ്പ് ലോസുകൾ മൊത്തം എടുത്തിട്ട് ഇവിടുന്ന് മേലോട്ടാണ് പോകുന്നത്. ഈ സ്റ്റോപ്പ് ലോസുകൾ എടുക്കുമ്പോഴത്തേക്ക് അവർക്ക് ഫില്ല് ചെയ്യാനുള്ള ഓർഡറുകൾ കിട്ടിക്കഴിഞ്ഞു. ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ക്രിയേറ്റ് ചെയ്യുന്ന കാരണം ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ ആ വോളിയം അക്യൂർ ചെയ്യാണ് ചെയ്യുന്നത്. ഇത്രയും പോയിട്ട് ഇവിടുത്തെ ഫുൾ ഓർഡറുകൾ എടുത്തിട്ട് അവർ പിന്നെ മേലോട്ട് പോകുന്നതാണ്. ഇങ്ങനെ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് യൂഷ്വലി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് പറഞ്ഞ് ഇനി അടുത്ത സ്മാർട്ട് മണിയിലേക്ക് പോകുമ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പം ഇതാണ് സപ്പോർട്ട് ഡിമാൻഡ് സോൺ. ഇവിടെ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് സംഭവിച്ചു. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ നമ്മൾ പറയാം അടുത്ത സപ്പോർട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ അടുത്ത് നമ്മൾ ഏതാണ് ടാർഗറ്റ് വെച്ചേക്കുന്നത് അങ്ങോട്ട് പോകുന്നതാണ് നമ്മൾ ഗൈഡ് ചെയ്യുന്നത്. കാര്യം ഇതൊരു ഡൗൺ ട്രെൻഡ് ആണ്. ഒരു ഡൗൺ ട്രെൻഡ് വന്നിട്ട് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. ഇവിടെ സപ്പോർട്ട് എടുത്ത് നമ്മൾ അപ്പ് ട്രെൻഡ് കാണുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ വെച്ച് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. ഇവിടെ ബ്രേക്ക് ചെയ്തില്ല, ഇവിടെ ബ്രേക്ക് ചെയ്തില്ല, ഇവിടെ മൂന്നാമത്തെ വന്ന് ബ്രേക്ക് ചെയ്തു.
ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഗ്രാബാണ് സംഭവിച്ചത്. ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ചു കയറി ലിക്വിഡിറ്റി ഗ്രാബ് എന്ന് പറയുന്നത്. ഈ ലിക്വിഡിറ്റി ഗ്രാബ് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ വന്നു കഴിയുമ്പോൾ ഇതിന്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണ്. ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ദ പ്രീവിയസ് സ്ട്രക്ചർ, ഇവിടുന്ന് അപ് ട്രെൻഡ് ആണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതാണ് ലിക്വിഡിറ്റി ഗ്രാബ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഇതിനകത്തിന് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഇതുപോലെ പോകുന്ന ഒരു സ്റ്റോക്കിനകത്ത് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചു കഴിഞ്ഞ് ഒരു ലിക്വിഡിറ്റി ഗ്യാപ്പ് ഫോം ചെയ്യും. ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എവിടെയെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഗ്രാബ്, ഇപ്പോൾ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംബന്ധിച്ച് ഇവിടെ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ഫോം ചെയ്തു. ഈ ലിക്വിഡിറ്റി ഗ്രാബ് ഫോം ചെയ്തതിന് ശേഷം യൂഷ്വലി ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇവിടെ ഇപ്പോൾ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ഇവിടെ ഫോം ചെയ്തിട്ട് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫെയർ വാല്യൂന്റെ ഈ ഒരു ഏരിയ തൊട്ട് ഈ ഒരു ക്യാൻഡിലിന്റെ ഈ ഒരു സ്റ്റാർട്ടിംഗ് തൊട്ട് ഈ ഒരു സ്റ്റാർട്ടിംഗ് വരെ യൂഷ്വലി ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ ഐഡന്റിഫിക്കേഷൻ വരുന്നത്. അപ്പൊ ഇത്രയും വലിയ ക്യാൻഡിലുകൾ നമ്മൾ ഇൻഡെക്സിലൊക്കെ നേരത്തെ സ്ഥിരം ഫോം ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഈയിടെ ആയിട്ട് അങ്ങനെ ഇല്ല, അതിനകത്ത് ലിക്വിഡിറ്റി കുറഞ്ഞുകൊണ്ടാണ് മന്ത്ലി എക്സ്പയറി ഒക്കെ ആയിട്ട് അത് അധികം കാണാറില്ല. അപ്പൊ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഫെയർ വാല്യൂ ഗ്യാപ്സ് എന്ന് പറയുന്നത്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്സ് ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്സും ഉണ്ട്, ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്സും ഉണ്ട്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് തിരിച്ച് റിവേഴ്സിൽ വരും. ഇതുപോലെ ഓൾവേസ് ഒരു 50-60% കേസുകളിലും ഈ ഫെയർ വാല്യൂന്റെ മിഡിൽ വരെ തിരിച്ചു വന്നിട്ട് ഇത് പോകാൻ സാധ്യതയുള്ളൂ. അപ്പൊ യൂഷ്വലി നമ്മൾ 20% അടിച്ച ഒരു സ്റ്റോക്കിൽ കയറി കഴിഞ്ഞാൽ അടുത്ത ദിവസം ആ സ്റ്റോക്ക് താഴ്ത്തു വരുന്ന പറഞ്ഞാൽ ഈ ഒരു 20%ന്റെ പകുതി 10% എങ്കിലും അത് കറക്റ്റ് ചെയ്തിട്ട് മാത്രമേ പോകത്തുള്ളൂ. അതൊരു കൺസെപ്റ്റ് മാതിരിയാണ്. ഫെയർ വാല്യൂന്റെ കണക്ക് തന്നെ ഇപ്പൊ സഡൻ ആയിട്ട് ഒരു സ്റ്റോക്ക് ഒരു 15% അടിച്ചു കഴിഞ്ഞാൽ അത് നേരെ തിരിച്ചൊരു 5-6%, ഒരു 8% ഒക്കെ തിരിച്ച് താഴ്ത്തിറങ്ങിയിട്ട് പിന്നെ അടുത്ത ദിവസം അല്ലെങ്കിൽ പതിയെ പിന്നെ കയറി പോകത്തുള്ളൂ. അപ്പൊ ഈ ഒരു ചില ഡെയിലി ടൈം ഫ്രെയിമിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ചില സ്റ്റോക്കുകൾ. ഇപ്പൊ എനിക്ക് നമ്മുടെ ഗബ്രിയൽ എടുത്ത് നോക്കാം. റീസെന്റ് നമ്മൾ കണ്ടതല്ലേ. അപ്പൊ ഇത് ഫെയർ വാല്യൂ ഗ്യാപ്പുകളാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ. ഇനി ഇത് ചിലപ്പോൾ തിരിച്ച് ഇവിടം വരെയൊക്കെ വരും. ഇതിപ്പോ ഒരു വീക്കിലി ഇട്ട് നോക്കിയാൽ ഓക്കെ, വീക്കിലി നല്ലതായിട്ട് കയറിയിട്ടുണ്ട്. ഇതിപ്പോ ഒരു FBG ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് റിവേഴ്സ് ആയിട്ട് ഇവിടം വരെയൊക്കെ വന്നിട്ട് മാത്രമേ ഇനി ചിലപ്പോൾ തിരിച്ചു കയറി പോകത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ചാർട്ടിൽ നമ്മൾ ഫിബ് ടൂൾ ഇതിപ്പോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റീട്രേസ്മെന്റ് ലെവൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റണം. ഇതിനകത്ത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇപ്പൊ ഇത് ടിറ്റോഗ്രാഫിന്റെ വീക്കിലി ആണ്. ഓക്കെ, ഇപ്പൊ ഇത് ഡെയിലി എടുത്താൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തു. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു 50% അടുത്ത് വന്നിട്ടാണ് തിരിച്ച് വീണ്ടും പോകുന്നത്. ഇനി ഇത് കയറി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് വീക്കിലി നോക്കി കഴിഞ്ഞാൽ സെയിം ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, അതിന്റെ ഓൾമോസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി ഇത് കയറി പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇത് ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഉടനെ അടുത്ത ട്രെൻഡിൽ പോകത്തില്ല. അത് തിരിച്ചു വന്നിട്ട് അതിന്റെ മിഡിൽ, ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ മിഡിൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ടോപ്പ് സൈഡിൽ നിന്നെങ്കിലും സപ്പോർട്ട് എടുത്തിട്ട് മാത്രമേ അത് ട്രെൻഡ് പിന്നെ കണ്ടിന്യൂ ചെയ്യൂ. അപ്പോൾ സ്മാർട്ട് മണി കൺസെപ്റ്റ് വെച്ചിട്ട് ഓൾവേസ് എൻട്രി ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ, ഈ ഒരു ഏരിയയിലാണ് ഇതിന്റെ എൻട്രി വരുന്നത്, ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ്. എന്നിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ ബോട്ടമാണ് സ്റ്റോപ്പ് ലോസ്. ഈ ഒരു ഏരിയ ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ താഴെ ഈ ഒരു ഏരിയ ആണ് അതിന്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. എൻട്രി എന്ന് പറയുന്നത് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ മിഡിൽ അല്ലെങ്കിൽ ഈ ഒരു ഏരിയ. എല്ലാ കേസിനും മിഡിൽ വരണമെന്നില്ല, ചിലപ്പോൾ മേളിൽ നിന്നായിരിക്കും. അപ്പൊ ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കഴിഞ്ഞ ഉടനെ വെയിറ്റ് ചെയ്യുക. അത് മേളിൽ പോയിട്ട് തിരിച്ച് ഇതിന്റെ ഒരു റീട്രേസ്മെന്റ് വന്നതിന് ശേഷം മാത്രമേ എടുക്കൂ. ഇത് സെയിം കൺസെപ്റ്റ് മാർക്കറ്റ് മറ്റേ ഇതിനകത്തൊരു എണ്ണമുണ്ട്, മറന്നുപോയി, അതിന്റെ പേര് മറന്നുപോയി, നമ്മുടെ ഗോചാട്ടിനകത്ത്. അതിനകത്ത് ഇതുപോലാണ് ആ ഒരു റേഞ്ച് ഫോം ചെയ്യുക. ആ റേഞ്ചിന് മുകളിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് റേഞ്ചിൽ തട്ടിയിട്ട് റിവേഴ്സൽ എടുക്കാൻ ടൈം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും.
ഇവിടെ ആണെങ്കിൽ ഈ ഫെയർ വാല്യൂ ഫോം ചെയ്തതിന് ശേഷം ഇത് റിവേഴ്സ് വന്നിട്ട് ഫെയർ വാല്യൂവിന്റെ മിഡിലിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ ഇവിടാണ് ഇതിന്റെ ഒരു എൻട്രി സ്മാർട്ട് മണി വെച്ചിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് സംഭവിച്ചു. അതിനുശേഷം ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു. അവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തു. അതിനുശേഷം ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ റിവേഴ്സൽ വന്നിട്ട് ഇവിടെ നിന്നാണ് യൂഷ്വലി സ്മാർട്ട് മണി കൺസെപ്റ്റ് വെച്ചിട്ട് എൻട്രികൾ എടുക്കുന്നത്. ഇതുപോലെ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് സംഭവിച്ചു. ഇവിടുന്ന് നേരെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു. ഈ ഒരു ഏരിയയിൽ ഈ ഒരു ലിക്വിഡിറ്റി ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഈ ഒരു ലിക്വിഡ് സോണിലാണ്. ഈ ഒരു സോണിൽ നിന്ന് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തു. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ റിവേഴ്സലിലാണ് എൻട്രി വരുന്നത്. ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തു. ഇത് റിവേഴ്സൽ വന്നിട്ട് എടുക്കാം. 1 hour എബോ ഉള്ള ചാർട്ടുകളിലാണ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത്. അപ്പം ഇതാണ് സ്മാർട്ട് മണിയുടെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് എടുക്കുന്ന ഒരു ട്രേഡിന്റെ ഒരു സ്റ്റൈല് പറഞ്ഞത്. എനിക്കിത്ര പറയാനുള്ളൂ. ഇനി ബാക്കി ചെറിയ ടോപ്പിക്കാണ് ആദ്യം പറഞ്ഞില്ലേ. നിങ്ങൾക്ക് ചാർട്ടുകളിൽ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഈ ചേട്ടാ ഈ ഗബ്രിയലിന്റെ ചാർട്ട് എടുത്തില്ലേ? ഉം. അപ്പൊ പറഞ്ഞില്ലേ ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾ വീക്കിലി വെച്ചിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്പ് നോക്കി. അപ്പം ആദ്യം പറഞ്ഞു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടുതലും വാലിഡ് ആവുന്നത് 1 hour ചാർട്ടിലാണെന്ന്. അല്ല, അപ്പൊ അതിന്റെ തന്നെ 1 hour ചാർട്ട് എടുത്ത് നോക്കാവോ? 1 hour അല്ല, 1 hour ആൻഡ് എബോ. 1 hourന് താഴെ നോക്കരുത്. എത്ര ഹയർ ടൈം ഫ്രെയിം നോക്കുന്നു അത്രയും സോളിഡ് ആണെന്നാ പറയുന്നത് സ്മാർട്ട് മണി. അതായത് ഫെയർ വാല്യൂ ഗ്യാപ്പ് 1 hour ആൻഡ് എബോ കൂടുതൽ വാലിഡ് ആണ്. അങ്ങനല്ല, ഈ സ്മാർട്ട് മണി കൺസെപ്റ്റിൽ ചാർട്ട് ടൈം ഫ്രെയിം മിനിമം 1 hour ആൻഡ് എബോ ആണ്. ഓക്കെ, ഇത് 1 hour നോക്കുവാണെങ്കിലും ഇന്നലത്തെ ചാർട്ടിൽ ഈ ഒരു പ്രൈസ് വന്നിട്ട് ഇതിന്റെ ഇവിടെ വന്നിട്ട് അത് തിരിച്ചു കയറുന്നത്. പക്ഷെ ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഒരു ക്യാപ്പ് ആയി പോയി. 707 ഇവിടെ ഓപ്പൺ ചെയ്ത 1000. ഈ നോർമലി എല്ലാരും പറയുന്ന ഗ്യാപ്പ് ഫില്ലിംഗ് എന്ന് പറയുന്നത് ഈ ഇതുപോലുള്ള ബ്രീത്തിങ് ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുന്നതാണോ അതോ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതാണോ? അല്ല, ഏതാണ്? ഇതുപോലത്തുള്ള ഓപ്പൺ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുന്നത്. ഫെയർ വാല്യൂവിനകത്ത് ഗ്യാപ്പ് ഉണ്ടാവില്ല. ഫെയർ വാല്യൂവിനകത്ത് ഫുൾ ക്യാൻഡിൽ വോളിയം, ഫുൾ ഹൈ വോളിയം ട്രേഡ് ആണ് നടക്കുന്നത് അതിനകത്ത്. കാരണം ഒരു ബൾക്ക് ഓർഡർ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ആണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ല സാധാ ഒരു റീറ്റെയിലേഴ്സിന് അല്ലെങ്കിൽ ഒരു 100 റീറ്റെയിലർ ഒരു 1000 റീറ്റെയിലറോ ചേർന്നിട്ട് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. അത് ഓൺ ഷോട്ട് മണി പമ്പ് ചെയ്യുന്നതാണ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഉണ്ടാവുന്നത്. അത് ഒറ്റ അത് മുമ്പ് മനോജ് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ഫെയർ വാല്യൂ ഗ്യാപ്സും അങ്ങനെ ഫില്ല് ചെയ്യാറില്ല. ഫെയർ വാല്യൂ ഗ്യാപ്പ് അവിടെ ഗ്യാപ്പ് വരുന്നില്ല. ഇതാണ് ഗ്യാപ്പ് അപ്പ്. ഇത് ന്യൂസ് ബേസ്ഡ് ഗ്യാപ്പ് അപ്പ് ആണ്. ഇത് ഫില്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മേ ബി സ്ലോലി ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യും. പക്ഷെ ഫെയർ വാല്യൂന് അവിടെ ഗ്യാപ്പ് ഫോം ചെയ്യുന്നില്ല. പ്രീവിയസ് ക്യാൻഡിലിൽ നിന്ന് അടിച്ചു കയറി പോവാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഉണ്ട്, പ്രീവിയസ് ക്യാൻഡിലിന്റെ അടുത്തുനിന്ന് തന്നെയാണ് കയറുന്നത്. അവിടെ ഹ്യൂജ് ഗ്യാപ്പ് ഒന്നും അത് ഫോം ചെയ്യുന്നില്ല. ഉണ്ട്, വിക്ക് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുണ്ടോ, ഈ ഒരു ഫെയർ വാല്യൂ ആയാലും കണ്ടോ, ഇങ്ങനെ കറക്റ്റ് ആ ഒരു ഫെയർ വാല്യൂ ഫോം ചെയ്യുന്നത് പ്രീവിയസ് ക്യാൻഡിലിൽ നിന്ന് തൊട്ട് തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പുകൾ ഫോം ചെയ്യുന്നത്. പക്ഷെ ഈ ഗ്യാപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിന്റെ ഓവറോൾ സെക്ടറിന്റെ ന്യൂസ് അങ്ങനെയൊക്കെ വന്നിട്ട് ന്യൂസ് ബേസ്ഡ് ആയിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ഒരു ഫെയർ വാല്യൂ ഫോം ചെയ്തേക്കുന്നത് പ്രീവിയസ് ക്യാൻഡിലിൽ നിന്ന് തന്നെയാണ് ഫെയർ വാല്യൂ ഫോം ചെയ്തേക്കുന്നത്. അപ്പൊ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒരു ആർട്ടിഫിഷ്യൽ ആണെന്ന് പറയാം, ഓർഗാനിക് അല്ല. അതൊരു മാനിപ്പുലേറ്റഡ് ഇതാണ്, ക്യാൻഡിലാണ്. അത് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആൾക്കാരെ ഇത് ചെയ്യാൻ വേണ്ടി, മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണത്. കഴിഞ്ഞ ദിവസം റിനിച്ചേട്ടൻ ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ ഒരു അതായത് കറക്റ്റ് ഇൻകറക്റ്റ് എന്നുള്ള ഒരു സെറ്റപ്പിൽ കുറെ ക്യാൻഡിൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചായിരുന്നോ? അതിനകത്ത് ഇൻസൈഡ് ആയിട്ട് ഫോം ആവുന്ന ചില ക്യാൻഡിലുകൾ അത് ഫെയർ വാല്യൂവിന് കൺസിഡർ ചെയ്യത്തില്ല എന്നും പറഞ്ഞ് ഇൻസൈഡ് incorrect ആണെന്ന് ഫെയർ വാല്യൂവിന് താഴെയും മുകളിലുള്ള ഗ്യാപ്പുകൾ ഓവർലാപ്പ് ചെയ്യില്ല, ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അല്ല, അതിനകത്ത് ആ ഒരു രീതിയിലല്ല അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു ക്യാൻഡിൽ ഫോമായി, നെക്സ്റ്റ് ക്യാൻഡിൽ ഇൻസൈഡ് ക്യാൻഡിലായിട്ട് ഫോമായി ആ ക്യാൻഡിലിനകത്ത്. അപ്പം അങ്ങനെ 3 ക്യാൻഡിൽ നോക്കുമ്പം ആ നടുക്ക് ക്രിയേറ്റ് ആയ ക്യാൻഡിൽ ഇഗ്നോർ ചെയ്ത് കളയുന്നു എന്ന് പറഞ്ഞ രീതിയിൽ ഒരു എന്തോ ഒരു മെസ്സേജ് ചേട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു.
കഴിഞ്ഞ ദിവസങ്ങളിൽ. ആണോ? ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, കിട്ടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യട്ടെ. യൂഷ്വലി പിന്നെ ഞാൻ ഇതിനകത്ത് എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്ത് അധികം അഭിപ്രായം പറയുന്നില്ല. ഞാൻ നിങ്ങൾക്കൊരു പുതിയൊരു സാധനം, പുതിയ ടോപ്പിക്ക് കൊണ്ടുവന്നേ ഉള്ളൂ. ഇതിനകത്ത് ഇനി നിങ്ങൾ റിസർച്ച് ചെയ്ത് പഠിക്കുക. ബെഞ്ചമിൻ പോയ? ജോബി ചേട്ടാ, ഞാനിപ്പം ആർക്കൈവിൽ ഒരെണ്ണത്തിന് നിങ്ങളെ ടാഗ് ചെയ്തിട്ടുണ്ട്, അത് നോക്കിക്കേ. ആർക്കേവാ? എവിടെ എടുക്കുന്നത്? വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കൈവില്. Which fair value gap is valid? Okay. Inside bar. Okay. അതിനകത്ത് ആ രണ്ടാമത്തെ ഇൻവാലിഡ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ആ ഒരു ഇതില്ലേ, എന്തുകൊണ്ടാണ് അത് ഇൻവാലിഡ് ആവുന്നതെന്നൊന്ന് പറയാമോ? ഇൻവാലിഡ് അത് പ്രീവിയസ് ക്യാൻഡിലിന്റെ ഇൻസൈഡ് ക്യാൻഡിൽ ആയതുകൊണ്ടാണ് ഇൻവാലിഡ് ആവുന്നതാണ് പറയുന്നത്. അത് ലോ ഈസ് നോട്ട് ടേക്കൺ അല്ല, അതില് ലോ എടുത്തിട്ടില്ലല്ലോ അതില്. പൊതുവെ അങ്ങനെയാണ് പറയാ, ഓർഡർ ബ്ലോക്ക് ആൻഡ് ഫേവർഡ്. ഇത് ലോ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ലോ ഇവിടെ ഇല്ല. പക്ഷെ ഇതൊരു ഈ പ്രീവിയസ് ക്യാൻഡിലിന്റെ ഇൻസൈഡ് ക്യാൻഡിൽ ആയതുകൊണ്ടാണ് ആണെന്ന് തോന്നുന്നു. ഇത് മദർ ആൻഡ് ക്യാൻഡിൽ ബാർ ആണ്. അത് ഓവർലാപ്പ് ചെയ്തിട്ടുള്ള ക്യാൻഡിൽ അല്ലേ, താഴെയുള്ള ക്യാൻഡിൽ, അതുകൊണ്ടാണ് അത് ഇൻവാലിഡ് ആണ് പറയുന്നത്. വാലിഡ് ആവണമെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പില് 3 ക്യാൻഡിൽ അല്ലേ നമ്മൾ നോക്കുന്നേ? 3 ക്യാൻഡിലിന്റെ മിഡിൽ ക്യാൻഡിൽ ഒരു ഗ്യാപ്പ്, പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈയും അതായത് പിന്നെ നെക്സ്റ്റ് ക്യാൻഡിലിന്റെ ലോയും, അതിനിടയിലുള്ള ഗ്യാപ്പ്, അതിന്റെ ഇടയിൽ എങ്ങനെയാണ് എന്താണ് ഒരു മുമ്പിലുള്ള ക്യാൻഡിൽ കൺസിഡർ ചെയ്തിട്ട് ഇൻവാലിഡ് ആയെന്ന് പറയുന്നത്? അതിന്റെ റീസൺ എന്താ? ഈ ഇൻവാലിഡ് ക്യാൻഡിൽ ഞാൻ പറഞ്ഞില്ലേ, ലോ ഈസ് നോട്ട് ടേക്കൺ ആണ്. അതില് ലോ എടുത്തിട്ടില്ലല്ലോ. ആ ഗ്രീൻ ക്യാൻഡിൽ ബോട്ടമിലുള്ള അതിന്റെ വിക്ക് മറ്റേ ക്യാൻഡിലിന്റെ താഴെ പോയിട്ടില്ല, അതുകൊണ്ടാണ് അതിൽ ഓർഡർ ബ്ലോക്ക് ഇല്ല. അതില് ആ ക്യാൻഡിൽ ഓർഡർ ബ്ലോക്ക് ഇല്ല. അപ്പൊ അങ്ങനെ മൂന്നാമത്തേലും താഴെ പോയിട്ടില്ലല്ലോ, അത് വാലിഡ് അല്ലേ? മൂന്നാമത്തേല് താഴെ പോയിട്ടില്ല അല്ലേ? പൊതുവെ അങ്ങനെയാണ് പറയാ, ലോ ഈസ് ടേക്കൺ എന്നാ പറയാ പൊതുവെ ഈ ഓർഡർ ബ്ലോക്കില്. മൂന്നാമത്തത് ആ സെക്കൻഡും തേർഡും ഒരേപോലെ തോന്നുന്നില്ലേ? ഒരേപോലെ സെക്കൻഡും തേർഡും ഒരേപോലെയാണ്. അതിലെന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ ക്യാൻഡലിന്റെ മിസ്റ്റേക്ക് ആണത്. അത് വേറെ നോക്കിയാൽ കിട്ടുമല്ലോ, പിൻട്രസ്റ്റിൽ നോക്കിയാൽ നല്ലത് കിട്ടുമോ നോക്കിയിട്ട്. ഞാൻ മുമ്പ് ഇട്ടിരുന്നു ഗ്രൂപ്പിൽ ഒരു പ്രാവശ്യം ഇതേപോലെ, അതുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇടാതെ നോക്കിയിട്ട്. ഇത് ഉണ്ടാക്കിയവന്റെ പ്രോബ്ലം ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, ഇതിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഇതില് ഇപ്പുറത്ത് 3 ക്യാൻഡിൽ സീക്വൻസ് എഴുതിയേക്കുന്നത്, ഇപ്പുറത്ത് 4 ക്യാൻഡിൽ എഴുതിയേക്കുന്നത്, ഇപ്പുറത്ത് 4 ക്യാൻഡിൽ എഴുതിയേക്കുന്നത് അല്ലേ? ഇത് ചുമ്മാതെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയാന്ന് എനിക്ക് തോന്നുന്നത്. മാർക്കറ്റിങ്ങിന് വേണ്ടി ചുമ്മാ അങ്ങനെ ഉണ്ടാകും. അതായത് ഞാൻ ചോദിക്കുന്നത്, ആൾക്കാരുണ്ടാക്കും. ഇതൊരു റോങ് ഇൻഫർമേഷൻ ആണോ അതല്ലെങ്കിൽ വാലിഡ് ഇൻഫർമേഷൻ ആണോ? എന്താ തോന്നുന്നത്? ഐഡിയ വേണ്ടേ? എനിക്ക് തോന്നുന്നില്ല ഇത് ചിലപ്പോ ആവാം. കാരണം ഞങ്ങൾ RSI പല തരത്തിലുള്ള മിസ്റ്റേക്കുള്ള ഡൈവേർജൻസ് ഒക്കെ കുറെ ഇമേജ് കണ്ടിട്ടുണ്ട്. ഒരു ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ RSI ഡൈവേർജൻസിന്റെ ഒക്കെ തന്നെ, ചുമ്മാ കുറെ വരച്ചു വെച്ചിട്ട് കറക്റ്റ് അല്ലാത്തത്. ചിലപ്പോ അതുപോലെ ആവാം. ശരിക്കും പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ വരയ്ക്കുമ്പോൾ കറക്റ്റ് അല്ലാത്തതെന്ന് പറയാനുള്ള റൈറ്റ് നമുക്കില്ല. കാരണം ഈ ഒരു സെറ്റപ്പ് വെച്ചിട്ട് എനിക്ക് 10 നോക്കുമ്പോൾ 8 വർക്ക് ആയി കഴിഞ്ഞാൽ അത് എനിക്ക് കറക്റ്റ് അല്ലേ? അതും കറക്റ്റ് ആണ്. അപ്പൊ പിന്നെ അതിനകത്ത് ടെക്നിക്കലിനകത്ത് ഒന്ന് കറക്റ്റ് റോങ് എന്ന് പറഞ്ഞൊരു ഇതില്ല. അപ്പൊ നമുക്ക് ചിന്തിക്കാവുന്നത് ഇത് എന്തുകൊണ്ട് പറഞ്ഞു, ഇതിനകത്ത് എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ?
അത് മാത്രം ചിന്തിച്ചാൽ മതി. നമുക്ക് ആരെയും റോങ് എന്ന് പറയാനുള്ള റൈറ്റ് ഇല്ല. കാരണം ഞാൻ എക്സ്പെരിമെന്റ് ചെയ്ത് സക്സസ് ആയ സാധനം നിങ്ങൾ നോക്കിയിട്ട് റോങ് എന്ന് പറയേണ്ട കാര്യമില്ല. കാലത്തല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഒരു 2 വർഷം അത് നോക്കിയിട്ട് പറയും അല്ലേ? അപ്പൊ നമുക്ക് ടെക്നിക്കലി നോക്കുമ്പോൾ ആരെയും റോങ് എന്നോ ഒരു റൈറ്റ് എന്ന് പറയാനുള്ള റൈറ്റ് നമുക്കില്ല. നമുക്ക് എന്താണോ ശരി അതാണ് ശരി. ഇൻസൈഡ് ബാർ വരുന്നത് നോ ഡയറക്ഷണൽ ഇംബാലൻസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഡയറക്ഷൻ ഇംബാലൻസ് വരുന്നതുകൊണ്ടായിരിക്കാം ഇൻസൈഡ് ബാർ വരുന്നത്. പക്ഷെ മറ്റേതില് ഒരു കണ്ടിന്യൂഷൻ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് ക്യാൻഡിൽ തെറ്റാണ് കേട്ടോ. ഈ രണ്ടാമത്തെ മൂന്നാമത്തെ ക്യാൻഡിൽ സെയിം തന്നെയാണ് വരുന്നത്. ബെന്നിന് എന്തെങ്കിലും പറയാനുണ്ടോ? ബെന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ചിലപ്പോ ബെന്ന് ഈ സംഭവം നോക്കുന്നതല്ലേ. ബെഞ്ചമിൻ ഇതൊക്കെ അറിയാവുന്ന. ബെൻ, ജുനൈദ് പോയോ? ജുനൈദ് റിനുവിനെ വിളിക്കും. റിനുവല്ലേ ഇട്ടത്. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈസ് ദ വാല്യൂ ബെൻ എന്തോ ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത് ഇവിടെ കണ്ട ഈ ഒരു റെഡ് ക്യാൻഡിലിന്റെ ടോപ്പിൽ നിന്നാണ് അടുത്ത ക്യാൻഡിലിന്റെ ബോട്ടം വരെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്തത്. ഇവിടെ ഈ ഗ്രീൻ ക്യാൻഡിൽ ടോപ്പിൽ നിന്ന്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഇത് റെഡ് ക്യാൻഡിലിന്റെ ആണ്. ഇത് സെയിം കൺസെപ്റ്റ് ആണ് ഇവിടെ. ഈ പ്രീവിയസ് ക്യാൻഡിലിന്റെ ടോപ്പിൽ നിന്നാണ് എടുത്തേക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ റെഡ് ക്യാൻഡിലിന്റെ ടോപ്പാണ് എടുത്തേക്കുന്നത്. അത് തന്നെ ഞാൻ പറഞ്ഞേ. ഇത് അന്ന് വായിച്ചപ്പോ എനിക്കൊരു കൺഫ്യൂഷൻ തോന്നിയാണ്. റിനിച്ചേട്ടനോട് ചോദിച്ചപ്പോ റിനിച്ചേട്ടൻ പറഞ്ഞു നീ എന്നോട് ചോദിക്കണ്ടെന്ന് പറഞ്ഞു. ഇതിപ്പോ ഇവിടെ നോക്ക്, ഈ ഒരു സെക്കൻഡ് ക്യാൻഡിലിന്റെ ടോപ്പാണ് ഇതിന്റെ ബോട്ടം ആയിട്ട് എടുത്തേക്കുന്നത്. ഇവിടെ സെക്കൻഡ് ക്യാൻഡിലിന്റെ എടുത്തേക്കുന്നത് ഗ്രീൻ ക്യാൻഡിലാണ്. ഗ്രീൻ ക്യാൻഡിൽ ടോപ്പ് എടുത്തു, ഇത് ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞു. ഇവിടെ കണ്ട ഈ റെഡ് ക്യാൻഡിലിന്റെ ടോപ്പ് എടുത്തു, ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ ഉണ്ട്, ഇവിടെ എടുത്തില്ല. ഇത് സെയിം ആണ് ഇത് രണ്ടും. ഇതിന്റെ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇൻവാലിഡ് ആണ് എന്നാണ് പറയുന്നത്. മനസ്സിലായി? ഇതൊരു ഇൻസൈഡ്, ഇത് രണ്ടും സെയിം ആണ്. അപ്പൊ ഈ ഒരു ക്യാൻഡിലിൽ ഈ ബാറിന്റെ ടോപ്പിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇൻവാലിഡ് ആണ്. പകരം ഇതിന്റെ മുകളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് വാലിഡ് ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. ഇതുപോലെ ഇൻസൈഡ് ബാർ വരുവാണെങ്കിൽ ഇത് രണ്ടും ഒറ്റ കൺസെപ്റ്റാ. ഇതിനകത്ത് ഇൻസൈഡ് ബാർ വരുവാണെങ്കിൽ ഇതല്ല ഇവിടുന്നാണ് എടുക്കേണ്ടതെന്നാണ് ഉദ്ദേശിക്കുന്നത് കവി. ടൈപ്സ് ഓഫ് FVG. ഓക്കെ. അപ്പൊ ഇൻസൈഡ് ബാർ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ചേഞ്ച് ആവും എന്നർത്ഥം. അതിന്റെ ഇൻസൈഡ് ബാർ വരുന്ന ക്യാൻഡിൽ നമ്മൾ കൺസിഡർ ചെയ്യണ്ട എന്നല്ലേ? വേറൊരു രീതി കൊണ്ട് നോക്കുവാണെങ്കിൽ ഏത് ക്യാൻഡിലാണോ ബോട്ടം ഹയർ ബോട്ടം ഉള്ളത് അതിന്റെ ആണ് എടുക്കേണ്ടത്. ഇപ്പൊ ഇത് നോക്കി, ഇതിന്റെ ഹയർ ബോട്ടം ഇതാണ്, ലോവർ ലോ. ഇതിന്റെ ലോവർ ലോ ഇതാണ്, പക്ഷെ ഇവിടുന്ന് എടുത്തുകൊണ്ട് ഇത് ഗ്യാപ്പ്. ഇതിന്റെ ലോവർ ലോ ഇതാണ്, ഇത് ലോവർ ലോ കൂടുതലുള്ള ആ ക്യാൻഡലിന്റെ ടോപ്പിൽ നിന്നാണ് എടുത്തേക്കുന്നത്. ഇപ്പൊ ഈ ഒരു പിക്ചറിനകത്ത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്യാൻഡിൽസ് സെയിം ആണ്. ഫസ്റ്റ് റോങ്ങും സെക്കൻഡ് വാലിഡ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഈ ലോവർ ലോ ഉള്ള ക്യാൻഡിലിന്റെ ടോപ്പിൽ നിന്നാണ് എടുക്കേണ്ടതെന്നാണ് പറയുന്നത്. ഇതാണ് ഈ ഗ്യാപ്പാണ് ഫെയർ വാല്യൂ. അതായത് ഇൻസൈഡ് ബാർ വരുന്നത് ഫെയർ വാല്യൂ ഗ്യാപ്പിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യേണ്ടെന്ന്. ഇൻസൈഡ് ബാർ ആയിട്ട് വരുന്ന കൺസിഡർ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ ലോവർ ലോ ഉള്ള ക്യാൻഡിലിൽ നിന്നാണ് എടുക്കേണ്ടത്. ഇപ്പൊ ലോവർ ലോ ഉള്ള ക്യാൻഡിൽ ഇതാണ്, ഇതാണ്, ഇത് ലോവർ ലോ ഉള്ള ഇതാണ് എടുത്തേക്കുന്നത്. ഇവിടെ ലോവർ ലോ ഇതാണ്, ലോവസ്റ്റ് ക്യാൻഡിലേ. അപ്പൊ ഇതിനകത്ത് ഇതെടുത്ത് കഴിയുമ്പോൾ ഇത് ഇൻവാലിഡ്. പക്ഷെ ഇത് അതിനേക്കാൾ ലോ അല്ലേ ഇത്. അപ്പൊ ഇതിന്റെ എടുത്ത് കഴിയുമ്പോൾ ഇത് വാലിഡ് ആവണമെങ്കിൽ ഈ ലോവർ ലോ കൺസെപ്റ്റ് നിന്നാണ് എടുക്കേണ്ടതെന്നാണ് പറയുന്നത്. അത് ഇൻസൈഡ് ക്യാൻഡിൽ ആയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. ആ ഗ്രീൻ ക്യാൻഡിൽ ഇൻസൈഡ് ക്യാൻഡിൽ അല്ലേ? ഇൻസൈഡ് ക്യാൻഡിൽ ആയതുകൊണ്ട് ലോവർ ലോ ഉള്ള അതിലും മുന്നത്തെ ക്യാൻഡിൽ അതിലും ലോ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് എടുക്കേണ്ടതെന്ന് പറയുന്നത്.
ഇവിടെ ഓൾറെഡി നോട്ടൊക്കെ തന്നിട്ടുണ്ടല്ലോ, ഇതൊക്കെ പഠിച്ചാ പോരെ. എവിടെ തന്ന്? അല്ല ഇതാണ്ട് ഇത് നോട്ട് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ, FGV ഒക്കെ. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് ഇൻസൈഡ് ക്യാൻഡിലല്ല, ഇത് ഇതാ പുറത്ത് നിൽക്കുക. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. SBI CB ഈ നോട്ട് അവിടെ ഉണ്ടായിരുന്നാണോ ഇത്? ഇത് FBG ഉണ്ട്. ഇത് ഇൻസൈഡ് ക്യാൻഡില. ഇതിന്റെ കണ്ടോ, ഇതിൽ നിന്നാണ് എടുത്തേക്കുന്നത്, ഇതിന്റെ ഒരു ബോട്ടത്തിൽ നിന്ന് എടുത്തേക്കുന്നത്, മനസ്സിലായല്ലേ? ഇത് സെയിം ആണ്, ഇൻസൈഡ് ക്യാൻഡിലാണ്. അതുകൊണ്ട് ഇതിന്റെ കാണാമോ സ്ക്രീന്? ഇൻവേർഷൻ FVG കാണാം. അപ്പൊ ഈ പ്രീവിയസ് ക്യാൻഡിൽ ഇതിൽ നിന്ന് എടുത്തിട്ടില്ല, ഇതിന്റെ പ്രീവിയസ് ക്യാൻഡിലിന്റെ ടോപ്പ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ബോട്ടം കണ്ടു, ഇതിന്റെ ബോട്ടം വെച്ചിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. ഇത് ഇൻസൈഡ് ക്യാൻഡിലുണ്ട്. ഓക്കെ, ഇപ്പൊ മനസ്സിലായി. ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച്. ഞാനിത് പഠിച്ചിട്ട് വരണ്ടായിരുന്നു. ഒരു സ്റ്റോക്ക് പറഞ്ഞ അതിന്റെ ചാർട്ട് നോക്കി പറയാവോ? പറഞ്ഞോ, നോക്കാം. പറയാനെന്ന് അതിന്റെ എൻഡുറൻസ് ഭാവി പറയാനൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. എൻട്രൻസ് നല്ല സ്റ്റോക്കാ. നമ്മുടെ ഗ്രൂപ്പില് ജെറിൻ എന്ന് പറയുന്നൊരു പുള്ളി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ഇവിടെ ഒക്കെ കണ്ട ഫെയർ വാലി ഗ്യാപ്പ് ഫോം ചെയ്തിട്ട് അത് റീടെസ്റ്റ് ചെയ്ത്, ഇവിടെ ഫോം ചെയ്തിട്ട് റീടെസ്റ്റ് ചെയ്ത്. ഇവിടെ എന്തുകൊണ്ട് ഫെയർ വാലി ഗ്യാപ്പ് എന്ന് പറഞ്ഞില്ല എന്ന് എനിക്കറിയില്ല. അത് ഫുള്ളായിട്ട് ഫില്ലാകുമ്പോ അത് ഗ്രീൻ കളർ പോകും. അത് ഫുള്ളായിട്ട് ഫില്ലാവുന്നുണ്ടെങ്കിൽ അത് മാഞ്ഞു പോവാ ഗ്രീൻ കളർ. റിവേഴ്സ് ആവുമ്പോ അല്ലെ, ഫുള്ളായിട്ട് 100% റിവേഴ്സ് ആവുമ്പോ അതാവത്തില്ല. ശരിയാ. 50% ഒരു ടോപ്പ് വരുമ്പോ ഫെയർ വാല്യൂ. അതെ, എന്തായാലും ഫെയർ വാല്യൂ പോയിട്ട് അടുത്ത ക്യാൻഡിൽ മുകളിൽ പോയിട്ട് തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇവിടുന്നാണ് എൻട്രി വരുന്നത്. ഇവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ലോസ്. അപ്പൊ ഇവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാല്, അല്ലെ ഇവിടുന്ന് എൻട്രി എടുക്കുക. ഇവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാല് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ അടിയിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. ഇതിന്റെ അടിയിൽ വെക്കും. ഓക്കെ, താഴത്തെ ഈ ഒരു ഏരിയയിൽ. അപ്പൊ ഇങ്ങനെ ട്രേഡ് ചെയ്യാം. ഇത് പിന്നെ ഇവിടുന്ന് ട്രെയിൽ ചെയ്യേണ്ടി വരും. എൻട്രൻസ് നല്ലതാണ് കേട്ടോ, നല്ല ചേർന്നെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി എൻട്രൻസിനെ കുറിച്ച് കൂടുതൽ വല്ലതും അറിയാനുണ്ടോ? ഏതാ എൻട്രൻസിനെ കുറിച്ച് കൂടുതൽ വല്ലതും അറിയാനുണ്ടോ? അതിന്റെ റീപ്ലേസ്മെന്റ് ലെവൽ നോക്കി പറയാവോ? ഫിബ് ഞാൻ അതിനകത്ത് എക്സ്പെർട്ട് അല്ല. അത് മറ്റേ നമ്മുടെ അജിബ്രോ ആണ് ഫിബൊക്കെ. ഫിബൊന്നും എനിക്കറിയില്ല. ATGL ഇവിടുന്ന് എൻട്രി കിട്ടിക്കഴിഞ്ഞ് ഈ ഒരു 1 അവറിലല്ലേ, ഡെയിലി നോക്കാം. ഈ ഒരു ലെവലിൽ നിന്ന് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ എൻട്രി എടുക്കാം. പക്ഷെ റിവേഴ്സ് ആയില്ലെങ്കിൽ അത് ഫെയിലിയർ ആണ്. ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇൻവാലിഡ് ആയി മാറും. ഇപ്പൊ പ്രീവിയസ് ഡേ ലോ. ഓക്കെ, ഈ ഇൻഡിക്കേറ്റർ പിന്നെ ഫ്രീ ആണോ അതല്ലെങ്കിൽ കസ്റ്റം ചെയ്താണോ? ഇത് ഫ്രീ. അത് ഫ്രീ. ഒന്ന് ഷെയർ ചെയ്തേക്കണേ ഇൻഡിക്കേറ്ററിന്റെ പേര്. സ്മാർട്ട് മണി കൺസെപ്റ്റ് ബൈ ലെക്സാർഗോ. ഇത് ഓക്കെ. ATGL ഇപ്പൊ ഒരു ഇതാണ്, ഒരു സ്ട്രോങ് ഹൈ ഒരു സോണിലാണ് നിൽക്കുന്നത്. ഈ സോണിൽ നിന്ന് റിജക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അവിടുന്ന് നേരത്തെ റിജക്റ്റ് ആയത്.
മേജർ സ്ട്രക്ചറിന് മാറ്റമൊന്നും പറ്റിയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, ഇത് ഒന്നും സ്ട്രക്ചർ ബ്രേക്ക് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ പറയാൻ പറ്റൂ. അറ്റ്ലീസ്റ്റ് ഇവിടെ ചെന്നൈ ബ്രേക്ക് പെട്രോ ഔട്ട് നോത്തോന്നു. ചെന്നൈ പെട്രോ CPGL. ഇവിടെ വന്നിട്ട് റിവേഴ്സ് എടുത്തിട്ട് പോയി കണ്ടില്ലേ, ഇതൊരു എൻട്രി ആണ് ഇവിടെ. ഇത് ചെന്നൈ പെട്രോളിന് ഇപ്പോ ഈ ഒരു ഗ്യാപ്പ് കിടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആവും. ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നിട്ടില്ലേ, ഇത് ബ്രേക്ക് ചെയ്തു. ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോഴേ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി. ഇവിടെ ഗ്യാപ്പ് ഡൗൺ ആയതുകൊണ്ട് ഇവിടെ കൊണ്ടുവച്ച്. അപ്പൊ ഇത് ഇനി ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടുത്തെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആവും. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആവും. അങ്ങനെ ഇടയ്ക്ക് ലിക്വിഡിറ്റി സോണുകളൊന്നും കാണുന്നില്ല. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടം വരെ പോകും. ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഇവിടം വരെ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് റിവേഴ്സലാവും. പിന്നെ മേജർ റെസിസ്റ്റൻസ് ഇവിടാണ് സ്ട്രോങ് ഹൈ കാണിക്കുന്നത്. അത് പ്രീവിയസ് ഹൈ ആണ് സ്ട്രോങ് ഹൈ. ഇവിടെ എല്ലാം ഈ FVG ക്രിയേറ്റ് ചെയ്തപ്പോൾ കണ്ടോ, റിവേഴ്സൽ എടുത്തിട്ട് അവിടെ നിന്നാണ് ഒരു ട്രെൻഡ് പോയേക്കുന്നത്. അതാണ് FVGയുടെ ഒരു പ്രത്യേകത. FVG ഫോം ചെയ്ത അന്ന് തന്നെ കയറരുത്. നെക്സ്റ്റ് ഡേ തന്നെ അതിനടുത്ത ദിവസം അത് റിവേഴ്സ് വരും. റിവേഴ്സ് വന്നിട്ട് നമ്മൾ 20% സ്റ്റോക്ക് ചാടിപ്പോകുന്നുണ്ട് കയറി കഴിഞ്ഞാൽ അടുത്ത ദിവസം അത് താഴോട്ട് പോയിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും നമ്മൾ മടുത്തിറങ്ങും, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കും. അത് കഴിഞ്ഞിട്ട് അത് പിന്നെ പോകത്തുള്ളൂ. പറയൂ. ഇത് മറ്റേ ജൂനിയർ ബഫറ്റ്. ആഹാ, പറഞ്ഞോ, എന്താ നമുക്ക് പറയണ്ടേ? NMDC പറയൂ. NMDC. NMDC അയ്യോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ, സത്യം പറഞ്ഞു. എന്തെങ്കിലും ഒന്ന് പറ, എന്റെ കുറച്ച് അധികം ഉണ്ട്. ഭാവിയുണ്ട്. NMDC പൊതുവെ നോൺ എനർജി മിനറൽസ് കേട്ടിട്ടുണ്ട്. ഈ ഒരു സോൺ അല്ലേ സ്ട്രോങ് ഹൈ, ഇവിടെ റിജക്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു 75 വന്നിട്ട് പിന്നെ റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്. അത് NMDC അത് സ്പ്ലിറ്റ് ആയിട്ടാണ് അങ്ങനെ ആയതാണത്. NMDC ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. നേരത്തെ ഒരു ബൈ വന്ന ഏരിയ, ഈ ഒരു ഏരിയ കയറേണ്ടതാണ്. ഈ പ്രീവിയസ് മന്ത് ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ മേലോട്ട് പോകാൻ സാധ്യതയുള്ളൂ. പക്ഷെ ഇവിടെ ഒരു ലിക്വിഡ് സോൺ ഉണ്ട്. ഞാനേ ഇതൊന്ന് മാറ്റി എന്റെ ഒരു ഇതൊന്ന് ഇടട്ടെ, എന്റെ ഇൻഡിക്കേറ്റർ. ഇവിടെ നല്ല വോളിയം ഉണ്ട്, ഇവിടെ നല്ല സെല്ലിംഗ് വോളിയം കിടപ്പുണ്ട്. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രം. ഇൻഡിക്കേറ്റർ ആണ് ഉപയോഗിച്ചത് ഇപ്പോ? സെയിം തന്നെ, സ്മാർട്ട് മണി തന്നെ. ഞാനൊന്ന് കസ്റ്റമൈസ് ചെയ്തതാ എന്റെ ഇഷ്ടത്തിന്. അതിനകത്ത് ഈ വോളിയം അറിയാൻ പറ്റും. മറ്റേനകത്ത് വോളിയം കൃത്യമായിട്ട് എത്രയാണെന്ന് അറിയാൻ പറ്റില്ല. പ്രീവിയസ് വോളിയം ഇത്ര ഉണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ. അപ്പൊ ഈ ഒരു ഏരിയയിൽ സെയിം റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ മേടിച്ചിട്ടുള്ളവര് ഇത്രയും ലോസ് വന്നപ്പം വീണ്ടും തിരിച്ചു വരുമ്പോൾ ഇവിടെ ഉറപ്പായിട്ട് അവർ ഇറങ്ങും. ഡെലിവറി വോളിയം പെർസെന്റേജ് കൂടി അറിയാൻ പറ്റുമോ? ഡെലിവറി വോളിയോ പെർസെന്റേജ് അതൊന്നും ഇതിനകത്ത് അറിയാൻ പറ്റത്തില്ല. ഡെലിവറി വോളിയം എൻഡ് ഓഫ് ഡേ കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് നമ്മുടെ ഈ റിയൽ ടൈം ചാർട്ടിനകത്ത് വരത്തില്ല. ഓൺലി ട്രേഡിംഗ് വോളിയം അല്ലെങ്കിൽ ആവറേജ് വോളിയം മാത്രമേ റിയൽ ടൈം ചാർട്ടിനകത്ത് വരത്തുള്ളൂ. ഈ മറ്റേതെല്ലാം ഡെലിവറി വോളിയം മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം എക്സ്ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പുറത്തു വിടുന്നേ. നമുക്കിപ്പോ പ്രീവിയസ് ഡേയുടെ അറിയാൻ പറ്റുമോ ചാർട്ടിൽ അവർ അപ്ഡേറ്റ് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് ഡോക്യുമെന്റ് ആയിട്ട് വരുന്നത്, പാവ കോപ്പി ആയിട്ട്. പക്ഷെ കേറാനൊന്നും ചാൻസ് ഇല്ലേ? കേറണം, എനിക്ക് കേറാനുള്ള എനിക്ക് തോന്നുന്നു ഉടനെ കേറാൻ ചാൻസ് ഉണ്ട്. എന്റെ ആവറേജ് 90 രൂപീസാ, 90 വാങ്ങിയതാ.
മിനറൽസ് നമ്മളെ മൈനിങ് NMDC അതിലെ ലീഡർ. നമ്മളെ ആശാൻ ഗ്രോസിന്റെ അടുത്ത് വന്ന് റെക്കോർഡ് റെക്കോർഡ് പ്രൊഡക്ഷൻ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ UAE ഓഫീസ് ഒക്കെ ഉണ്ട്, ന്യൂസ് ഒക്കെ ഉണ്ട്. ഫ്യൂച്ചർ മൾട്ടി ബാഗർ. യെസ്. ആണോ? ആ NMDC മറ്റേ റെയർ എർത്ത് മെറ്റൽസിന്റെ അല്ലേ ഇത്? അതെ 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 അതെ. അപ്പൊ കയറാൻ സാധ്യതയുണ്ട്. റെയർ എർത്ത് മെറ്റൽസ് നല്ല ഡിമാൻഡ് ഉള്ള ഒരു ഇതാണ്. അതെ, അതുകൊണ്ടാണ് ഞാൻ അത് ഫോക്കസ് ചെയ്ത് പറഞ്ഞത്. ക്രിട്ടിക്കൽ മിനറൽ സെക്ടർ ഒരു താങ്ക് യു കൃഷ്ണ. എന്റെ ഒരു ഇതില് അതെന്തായാലും ഈ വർഷം കേറും. മറന്നിട്ടിരുന്നാ മതി. അതായത് പക്ഷെ എന്റെ ആവറേജ് പ്രൈസ് 90 above ആണ്. 90-ലാണ് കിടക്കുന്നത്. ഓ ഇല്ല, അതിന്റെ മേളിൽ വരും ഐ തിങ്ക്. ചേട്ടാ Okay. ഫെയർ വാല്യൂ കാരണം ഗ്യാപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ചോദിക്കുന്നു. എന്തോ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോന്ന്. ആരാ? ബെഞ്ചമിൻ ആണോ? ആരാണ്? ബെഞ്ചമിൻ. ബെഞ്ചമിൻ റെക്കോർഡിംഗ് കണ്ടാൽ മതി, നല്ലതായിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. റെക്കോർഡിംഗ് ഒന്നുകൂടെ കേട്ടാൽ മതി, 3 വട്ടം റെക്കോർഡിംഗ് കേട്ടാൽ മതി, എല്ലാം മനസ്സിലാവും. ബെഞ്ചമിന് ഡൗട്ട് ചോദിക്കാനുള്ള ലിമിറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ ഡൗട്ട് ചോദിക്കാൻ പറ്റുള്ളൂ. അയ്യോ, 2 പേര് കൈ പൊക്കിയിട്ടുണ്ട്. ആരൊക്കെയാണ്? ബെഞ്ചമിന്, ബീന, ജിമ്മി. ചോദിച്ചു. ചോദിക്കാത്തോ ചോദിക്കൂ. ബീന, ജിമ്മി ചോദിച്ചോളൂ. അയ്യോ അറിയാതെ ഹാൻഡ് റൈസ് ആയതാ, ഒന്നും മനസ്സിലായില്ല, ഇടയ്ക്കാ വന്നേ. താങ്ക് യു. അതിന് മുമ്പ് ആൻസർ കിട്ടിയായിരുന്നു. റെക്കോർഡിംഗ് കണ്ടോളാൻ പറഞ്ഞില്ലേ, പിന്നെ ഇത് തന്നെ ചോദിച്ച നാടൻ കണ്ടല്ലോ. റെക്കോർഡിംഗ് കണ്ടോളാം. സിബിനുണ്ടല്ലോ അല്ലേ? സിബിനില്ല, ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നോക്കാം. ഓക്കെ മതി. നമ്മുടെ മനോജേട്ടനെ ഉണ്ട്. നമ്മുടെ നേരത്തെ FEGയുടെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ലേ? മനോജേട്ടൻ പറഞ്ഞുതരും. മനോജേട്ടാ പറഞ്ഞ സ്പീക്കർ എടുത്തോ. നമ്മുടെ NMDC ഒരു ട്രെൻഡ് ഇവിടുന്ന് റിവേഴ്സ് കിട്ടിയിട്ടുണ്ട്. അല്ല, ഇത് 3 മിനിറ്റ്, സോറി, ഡെയിലി നോക്കട്ടെ. ഡെയിലിയിൽ ഡൗൺ ട്രെൻഡ് തന്നെ കേട്ടോ, റിവേഴ്സ് ആയിട്ടില്ല. വീക്കിലിയിൽ നോക്കിക്കഴിഞ്ഞാൽ വീക്കിലിയിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ വന്നിട്ടുണ്ട്. അപ്പൊ നന്നായി വരുന്നത്. എന്താണ് ഫെയർ വാല്യൂ എന്താ ചോദിച്ചത്? NMDC 59 സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഹോൾഡ് ചെയ്യാം. 59 ഈ ഒരു സപ്പോർട്ട് 58-45 പ്രീവിയസ് പിവട്ട്, വീക്കിലി പിവട്ട്. ഇപ്പൊ ഒരു അപ് ട്രെൻഡ് ആയിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇത് ടൈം എടുക്കും. താങ്ക് യു ബ്രോ. ATGയിലും സെയിം തന്നെയാണ്. ജുനൈദ് ബ്രോ, വെഞ്ചേട്ടാ പറഞ്ഞു. നേരത്തെ ഇവിടെ ജിനിൻ ബ്രോ ഒരു പിക്ചർ ഇട്ടിട്ട് അതിനകത്ത് ചെറിയൊരു കൺഫ്യൂഷൻ വന്നായിരുന്നു. ഫെയർ വാല്യൂ ഗ്യാപ്പിനെ കുറിച്ച് നേരത്തെ ചോദിച്ചായിരുന്നു. ജുനൈദ് ബ്രോ ഇവിടെ ഇല്ലായിരുന്നു തോന്നുന്നു. എന്തായിരുന്നു ഒന്ന് പറയാം? ഒന്നുകൂടി അത് എടുക്കാമോ? ഒരു മിനിറ്റ്, ഞാൻ ഷെയർ ചെയ്യാം. ഈ ഒരു പിക്ചർ നടുക്കത്ത് എന്തുകൊണ്ടാണ് ഇൻവാലിഡ് എന്ന് പറഞ്ഞതെന്ന്. കാണോ? പിക്ചർ കാണോ? ഹലോ നോക്കോട്ടെ. ഫെയർ വാല്യൂ ഗ്യാപ്പ് 1 വാലിഡ്, സെക്കൻഡ് 1 ഇൻവാലിഡ്. അവിടെ ആ ഒരു പ്രൈസ് റേഞ്ചിന് മുകളിൽ ട്രേഡിംഗ് നടന്നിട്ടുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ?
കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ പറഞ്ഞോളൂ. അവിടെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ട്രേഡിംഗ് നടന്നിട്ടുണ്ട്. ജുനൈദ് മനസ്സിലായില്ല. ജുനൈദ് ഓ ഇപ്പൊ ഇവിടെ ഞങ്ങൾ സംസാരിച്ചപ്പോ ആരൊക്കെയോ പറഞ്ഞു തന്നത്, അതായത് ആ ഫസ്റ്റ് ക്യാൻഡിൽ 4 ക്യാൻഡിലാണല്ലോ, ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഫസ്റ്റ് ക്യാൻഡിൽ കഴിഞ്ഞിട്ട് വന്ന ക്യാൻഡില് അതൊരു ഇൻസൈഡ് ബാർ ആയതുകൊണ്ടും അത് ഫസ്റ്റ് ക്യാൻഡിലിന്റെ ലോ ക്രോസ് ചെയ്ത് താഴത്തോട്ട് പോകാത്തത് കൊണ്ടുമാണ് ആ ക്യാൻഡിലിനെ കൺസിഡർ ചെയ്യണ്ട എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ ഒരു രീതിയിൽ സംസാരിച്ചത്. അപ്പൊ അത് കറക്റ്റ് ആണോ അല്ലയോ? അങ്ങനെ പറയാം. ഭാഗ്യം രക്ഷപ്പെട്ടു. ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു വോളിയം അല്ലെങ്കിൽ ഒരു പ്രൈസ് ഇംബാലൻസ് ആണല്ലോ. ഒരു ഇംബാലൻസ് ആണ്, അതായത് ആ ഒരു ഏരിയയിലേക്ക് പ്രത്യേകിച്ച് ട്രേഡിങ്ങോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ഹലോ, താങ്ക് യു. ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും തമ്മിൽ വ്യത്യാസം എന്താ? ടെസ്റ്റ് ചെയ്യാൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. രണ്ടാമത്തെ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് സെക്കൻഡ് ക്യാൻഡിലും ഫോർത്ത് ക്യാൻഡിലും തമ്മിലുള്ള ഗ്യാപ്പാണ് കാണിച്ചിരിക്കുന്നത്. മൂന്നാമത്തിനകത്ത് കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്യാൻഡിലും ഫോർത്ത് ക്യാൻഡിലും തമ്മിലുള്ള ഗ്യാപ്പാണ് കാണിച്ചിരിക്കുന്നത്. അത് ഫസ്റ്റ് ക്യാൻഡിലാണ് ലോവർ ലോ, അതുകൊണ്ടാണ് അത് എടുത്തേക്കുന്നത്. ഓക്കെ, നമുക്ക് അത് നെക്സ്റ്റ് സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് വീക്കിൽ ആരെങ്കിലും കൂടുതൽ ക്ലാരിറ്റിയോടെ പറഞ്ഞുതരും. നമ്മള് ഊഹാപോഹങ്ങൾ വെറുതെ എന്തിനാ ചർച്ച ചെയ്യുന്നേ? ഇത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ബെഞ്ചമിൻ പൊക്കിക്കൊണ്ട് വരുന്നതല്ലേ. ഞാനല്ല, ഇവിടെ കഴിഞ്ഞ വിന്നേഴ്സ് ആയ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. അവർക്കൊരു അവസരം കൊടുക്കുക. ചോദിച്ചോട്ടാ. ഷിജു വന്നിട്ടില്ല. ഷിജു ഉണ്ടാ ഷിജു പറഞ്ഞു. ഇത് ഫെയർ വാല്യൂ ആ ഇംബാലൻസ് ഏരിയയിൽ പ്രൈസ് ട്രേഡ് ചെയ്തതുകൊണ്ടല്ലേ അത് ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞത്. ഞാൻ നോക്കിയിട്ട് ഈ ഒരു ക്യാൻഡിലിന്റെ ലോവസ്റ്റ് ലോ ഉള്ള ക്യാൻഡിലാണ് എടുത്തേക്കുന്നത്. ഈ ഒരു ലോ ഉള്ള ക്യാൻഡിലിന്റെ ടോപ്പാണ് ഇവിടുന്ന് അടുത്ത ക്യാൻഡിലിന്റെ ബോട്ടം ആണ് ഗ്യാപ്പ് ആയിട്ട് എടുത്തേക്കുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ക്യാൻഡിലിന് ലോ ഇല്ല, ഇതൊരു ഇൻസൈഡ് ബാർ ആണ്. പക്ഷെ അതിന് പ്രീവിയസ് ക്യാൻഡിലാണ് ലോ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ലോ ഉള്ള ക്യാൻഡിലിന്റെ ടോപ്പും മറ്റേതിന്റെ ബോട്ടം എടുത്തിട്ട് ഈ ഒരു ഗ്യാപ്പ് കറക്റ്റ് ആണ്. ഇത് രണ്ടും ബേസിക്കലി സെയിം ആണ്. ഈ ഒരു സ്ട്രക്ചറും സെയിം ആണ്. പക്ഷെ ഫെയർ വാല്യൂ ഗ്യാപ്പ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അത് ഇതിൽ ഇൻസൈഡ് ബാർ ആയതുകൊണ്ട് ഇതല്ല ഇതിന്റെ ലോ, അതിന്റെ പ്രീവിയസ് ക്യാൻഡിലാണ് അതിന്റെ ലോ. അപ്പൊ ആ ക്യാൻഡിലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഗ്യാപ്പ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട് why FVG fair value gaps are imbalance caused price which is eventually fulfilled. It occurs when the market leaves behind the untraded price levels due to some strong buying or selling pressure. ജോബിച്ചേട്ടാ ആദ്യത്തെ ഒന്ന് കാണിക്കാവോ? ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ഇത് 3 ചാർട്ടിനകത്ത് ആദ്യത്തത് 3 ക്യാൻഡിൽ സീക്വൻസ് ആണ്, ബാക്കി 2 4 ക്യാൻഡിൽ സീക്വൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ പ്രൈസും വോളിയവും ട്രേഡ് ചെയ്യപ്പെടാത്ത, അതായത് പ്രൈസും വോളിയവും മിറ്റിഗേറ്റ് ചെയ്യപ്പെടാത്ത, റീടെസ്റ്റ് ചെയ്യപ്പെടാത്ത ഏരിയ എന്നുള്ളതാണ്. ട്രേഡിംഗ് നടക്കാത്തൊരു ഏരിയ എന്നുള്ളതാണ്. ലോങ് ബോഡി ക്യാൻഡിൽ ഉണ്ടായി. ഇപ്പോ ആദ്യത്തെ കേസ് എടുക്കുകയാണെങ്കിൽ 3 ക്യാൻഡിൽ സീക്വൻസ് ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ 3 ക്യാൻഡിലുകളുടെ ഇടയിലുള്ള ഗ്യാപ്പാണ് ഫെയർ വാല്യൂ ഗ്യാപ്പായി മാറിയത്. 4 ക്യാൻഡിൽ സീക്വൻസ് എടുത്ത സമയത്ത് ആ ഫസ്റ്റ് റെഡ് ക്യാൻഡില് ആ മൂന്നാമത്തെ ലോങ് ബോഡി ക്യാൻഡിലിന്റെ എബോവിൽ ട്രേഡ് ചെയ്തിരിക്കുന്നതാണ്. അതായത് ആ ഫസ്റ്റ് റെഡ് ക്യാൻഡിലിന്റെ ആ പ്രൈസ് ആക്ഷനിലാണ് ഇത് റിവേഴ്സലി ട്രേഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ അവിടുത്തെ ഇംബാലൻസ് മാറിയിട്ടുണ്ട്. അപ്പോ എപ്പോഴും ഗ്യാപ്പ് എടുക്കേണ്ടത് ആ മദർ ബാറിന്റെ ടോപ്പും 4ാമത്തെ ക്യാൻഡലിന്റെ ബോട്ടവും കൂടെ ചേർത്തിട്ടാണ് ഗ്യാപ്പ് എടുക്കേണ്ടത്. അതാണ് തേർഡ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അതാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ആ ഗ്യാപ്പിൽ പ്രൈസ് ട്രേഡിംഗ് വന്നിട്ടില്ല.
ഇംബാലൻസ്, ആ ഗ്യാപ്പിലാണ് ആക്ച്വലി ഇംബാലൻസ് ഉള്ളത്. ബാക്കിയുള്ളിടത്തെല്ലാം ബാലൻസ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. പ്രൈസും വോളിയവും ബാലൻസ് ചെയ്താണ് പോയിരിക്കുന്നത്. ഓക്കെ, ജെറിൻ ക്ലിയർ ആയില്ലേ? കിട്ടിയോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. എനിക്ക് ക്ലിയർ ആയി. ബെഞ്ചമിന് ക്ലിയർ ആ ആയോ? 2 ക്യാൻഡിൽ നോക്കിയാൽ മതി. ഇപ്പൊ ഈ 4 ക്യാൻഡിൽ സീക്വൻസ് 2 പിക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തതും 4 ക്യാൻഡിൽ സീക്വൻസിലെ 2 പിക്ചറും സെയിം ആണ്. പക്ഷേ അവിടുത്തെ ഗ്യാപ്പ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് വ്യത്യാസം. ബിക്കോസ് മദർ ബാർ എന്ന് പറയുന്നത് ഓൾറെഡി ട്രേഡ് ചെയ്യപ്പെട്ട പ്രൈസും വോളിയവും റേഞ്ചിലേക്ക് വീണ്ടും മൂന്നാമത്തെ ക്യാൻഡിൽ ട്രേഡ് ചെയ്ത് കയറി. സോ ആ മദർ ബാറിന്റെ ടോപ്പും ലാസ്റ്റ് ഫോം ചെയ്തിരിക്കുന്ന ക്യാൻഡിലിന്റെ ബോട്ടവുമാണ് പ്രൈസും വോളിയവും ട്രേഡ് ചെയ്യപ്പെടാതെ കിടക്കുന്ന ഇംബാലൻസ് ഏരിയ. സോ അതാണ് ഗ്യാപ്പ്. ആ ഗ്യാപ്പിനെയാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പായിട്ട് എടുക്കേണ്ടതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ക്ലിയർ ആയി കേട്ടോ. ഓക്കെ താങ്ക് അല്ല, ഇവിടെ നോക്കുമ്പോൾ അടുത്ത ക്യാനിൽ അതിന്റെ മേളിൽ ട്രേഡ് ചെയ്തതിന് കൊണ്ടാണ് അതിന്റെ മേളിലാണ് എടുത്തേക്കുന്നത് ഫെയർ വാല്യൂ ഗ്യാപ്പ്. വിക്സ് ആണ് എപ്പോഴും നോക്കേണ്ടത്. എപ്പോഴും. അതെ, അടുത്ത ക്യാനിൽ അതിന് മേളിൽ ട്രേഡ് ചെയ്തിട്ട് ശേഷമുള്ള ഇതാണ് എടുത്തേക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആണോ? ഇനിയിപ്പോ നിർത്തിയേക്കാം. ഇനി വല്ല ഡൗട്ട് വല്ലതും ഉണ്ടോ? ജോബി ചേട്ടാ, ആ, കഴിഞ്ഞ വീക്കിലി ചലഞ്ചിൽ വിന്നർ ആയിട്ടുള്ളവർ ഇവിടെ ഉണ്ട്. അവരൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു എന്താണ് അവരെ സ്റ്റോക്ക് സെലക്ഷൻ. പറഞ്ഞോ ജോൺസൺ മാഡം, പറഞ്ഞോ. സ്ക്രീൻ ഷെയർ ചെയ്യണോ? ഷെയർ ചെയ്തോ. ശില്പ ലെഫ്റ്റ് ചെയ്തു. ലെഫ്റ്റ് എനിക്കറിയില്ല, ഞാൻ ലെഫ്റ്റ് അടിച്ചു പോകുവേ. ലുലു ഉണ്ട് ഇവിടെ. ലുലുവിനെ കൊണ്ട് പറയിച്ചാലോ. ലുലു 5 വട്ടം വിന്നർ ആയത്. ലുലു ലെഫ്റ്റ് ഇപ്പൊ വരും. ലുലു സ്റ്റേജിലേക്ക് കടന്നു വരും. ലുലു പ്ലീസ് കം ഓൺ ദ സ്റ്റേജ്. കുട്ടി മിണ്ടണില്ല. ജോസ്ന ഞാൻ അഡ്മിറ്റ് ചെയ്യില്ലടാ. ലുലു ജോസ്നെ ശില്പയുണ്ടോ? ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ജോസ്ന അവര് പോയോ? പറയട്ടെ. ജോസ്ന ഉണ്ട്. ആരെങ്കിലും ടേക്ക് ഓവർ ചെയ്യും. എന്റെ പൊന്ന് ജെറിൻ ബ്രോ, വെറുതെ വിട്, എനിക്കറിയില്ല. അല്ല അതല്ല, ഇങ്ങനെ അറിയത്തില്ല എന്നുള്ളതല്ലോ. ആ സ്റ്റോക്ക് ഏതായിരുന്നു? ആ സ്റ്റോക്ക് പിന്നെ പി ഫോക്കസ്. ഓക്കെ, ഇതിലെന്താണ് നോക്കേണ്ടത് നമ്മള്? ജൂൺ, ജൂലൈ. ഒരുമിച്ചാണല്ലേ ഹാൻഡ് റൈസ് ചെയ്യുന്നത്? പറഞ്ഞോ, ഇത് എങ്ങനെ, ഏത് ഇതിലെടുത്ത? വീക്കിലി, ഡെയിലി, ക്യാൻഡിൽ, ക്ലോസിംഗ് എന്താണ് നോക്കിയത്? മൂവിങ് ആവറേജ് ക്രോസിംഗ് ആണെന്ന് തോന്നുന്നു നോക്കിയത്. അങ്ങനെ എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. എന്റെ ജോസ്ന അതെ, മൂവിങ് ആവറേജ് ക്ലോസിംഗ് ആയിരുന്നു. ഏത് മൂവിങ് ആവറേജ്? 226. പിന്നെ എല്ലാ മൂവിങ് ആവറേജിന്റെ മുകളിലായിരുന്നു. പിന്നെ പിവറ്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഒരു ഫുൾ ബോഡി ക്യാൻഡിൽ ഉണ്ടായിരുന്നു. അത്രയൊക്കെയാണ് നോക്കിയത്, എനിക്ക് കൂടുതലൊന്നും അറിയില്ല. ഇത് ജൂൺ 27 ഫ്രൈഡേ. ഓക്കെ, അപ്പൊ ഇത് ഈ ക്യാൻഡിൽ കണ്ടിട്ട് കേട്ടോ അല്ലേ? അതെ, ഫ്രൈഡേയിൽ ആ ക്യാൻഡിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് എൻട്രി.
കൺഫേം ചെയ്തത്. ഫ്രൈഡേയില് അന്നായിരുന്നല്ലോ രമണി ടീച്ചർ ഇട്ടിരുന്നത് അത് യൂസ് ആയിന്ന് നമ്മൾ പറഞ്ഞിട്ട്. അതെ, ഫ്രൈഡേയില് പക്ഷെ ഫ്രൈഡേയില് 20% കയറി ക്യാനില്. അതെ, അന്നേരമാണ് പ്രൊഫസർ എടുത്തെന്ന് പറഞ്ഞിട്ട് പിന്നെ രമണി ടീച്ചർ ഷെയർ ചെയ്തത്. വോളിയം എനിക്ക് അതുപോലെ സ്കാനറിൽ കിട്ടിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തത്. ഞാൻ രമണി ടീച്ചർ ഇട്ടത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നീട് അത് പറയുമ്പോഴാണ് ഞാനത് അറിഞ്ഞത്. ഓക്കെ ഓക്കെ. വോളിയം 20 മില്യൺ ഉണ്ട് ഫ്രൈഡേ ക്യാനില്. അപ്പൊ ഇനി ഞാൻ ചോദിക്കുള്ളൂ, ഈ സ്റ്റോക്കിലേക്ക് എങ്ങനെ വന്നു എന്നാ? എന്നാലും നമുക്ക് അറിയാൻ പറ്റും ഇത് എങ്ങനെ സ്റ്റോക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ട ആദ്യം. എനിക്ക് സ്ക്രീനറിൽ സ്കാനറിൽ കിട്ടിയതാ. അതെ, സ്ക്രീനറിൽ കിട്ടിയതാ. അപ്പൊ ആ ഒരു ക്യാൻഡിലും ഈ ബാക്കിയുള്ള പറഞ്ഞ ക്രൈറ്റീരിയാസും കൂടി കണ്ടപ്പോഴത്തേക്കും അത് എന്തായാലും കയറുന്നു തോന്നി. ഇനി ഇച്ചിരി കൂടെ കയറി പോകുന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ആഴ്ച സ്ക്രീനർ എന്താ കിട്ടിയത്? ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, ശനിയാഴ്ച അല്ലേ? ആ സ്റ്റോക്ക് നോക്കാം. ഞാൻ ഇട്ടിട്ടില്ല. സമയമായില്ലല്ലോ. അല്ല, ഇന്നലെ വെള്ളിയാഴ്ചത്തെ ബേസ് ചെയ്ത് പറഞ്ഞാൽ മതി. ഇന്ന് സാറ്റർഡേ ആണല്ലോ, ഞാൻ ഒരെണ്ണം പോലും നോക്കിയിട്ട് പോലില്ല. ഇന്ന് സ്ക്രീനർ വന്ന ഏത് സ്റ്റോക്കാ? റിലാക്സോ നോക്കി. ജെറി, നോട്ട് ദ പോയിന്റ്. റിലാക്സോ ചിലപ്പോ. ഓക്കെ, ഞാൻ റിലാക്സോ എടുക്കൂല, എനിക്ക് നല്ല പണിയൊന്നും സ്റ്റോക്കാ. റിലാക്സോ 6%. റിലാക്സോ പക്ഷെ 6% കയറിയിട്ടുള്ളൂ. വോളിയം 1.67. മറ്റേന്റെ വോളിയം ബേസ് ചെയ്തിട്ട് അത് കുറവാ. 2 മില്യൺ താഴെയാണ്. ഇത് 200 EMAയുടെ താഴെയുമാണിത്. എനിക്ക് അത്ര ഉറപ്പില്ല, എന്നാലും. ജോബി ചേട്ടാ, ഇതൊരു പക്കാ സ്ട്രക്ചറൽ ബ്രേക്ക് അല്ലേ? ഈ സ്റ്റോക്ക് നോക്കിയേ, ഇതൊരു പക്കാ സ്ട്രക്ചറൽ ബ്രേക്ക് ആയിരിക്കല്ലേ? ഇത് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ, ഇവിടുന്ന് ഈ ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു അപ് ട്രെൻഡ് ഡെയിലിയിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചർ ആണോ അല്ലെ ബേസ് ആണോ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്? ഒരു മിനിറ്റ്, റിലാക്സ് അത് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. പേപ്പർ സ്റ്റോക്സ് നോക്കോ? ഓറിയന്റും പുതുംചിയും പേപ്പർ കുറെ പേര് ഇടുന്നുണ്ടായിരുന്നല്ലോ. ഒരു മൊമെന്റം ഉണ്ട്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്യാൻഡിൽ വന്നിട്ട് ഇവിടം വരെ പോകാൻ സാധ്യതയുണ്ട്. റിലാക്സ് ഏത് പേപ്പറാ? ഓറിയന്റും പുതുംചിയും. ഓറിയന്റും പുതുംചിയല്ലേ? PUDUM. പത്മജ. ഓക്കെ, ഓറിയന്റ്. ഓക്കെ, ഓറിയന്റ് ഇത് കഴിഞ്ഞിട്ടേ ബ്രേക്ക്ഔട്ട് ഉള്ളൂ. ചിലപ്പോൾ ഗ്യാപ്പ് അപ്പ് ആയിരിക്കും. കുറെ പേര് പേപ്പറിന്റെ കുറെ അടപ്പുണ്ടെന്ന്. പക്ഷെ ഇവിടെ ഒരു ഹൈ വോളിയം റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഏരിയയില് 39. ഇവിടെ ഉണ്ട്. ഇവിടുന്ന് ഇത് ബ്രേക്ക്, ഇത് സപ്പോർട്ട് അല്ല, ഇത് റെസിസ്റ്റൻസ്, സെല്ലിങ് ഏരിയ ആണിത്. അപ്പം ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇവിടുന്ന് ഇങ്ങോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് വീണ്ടും ഇവിടെ വന്നിട്ട് ഈ സപ്പോർട്ടിൽ നിന്ന് എടുക്കും. ഇത് ബൈ ഏരിയ ആണ്, ഇത് സെൽ ഏരിയ ആണ്. മസ്തയും ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടോ നോക്കൂ. ഓറിയന്റ് പേപ്പർ ഞാൻ ഇതിനകത്തൊന്നും എക്സ്പേർട്ട് അല്ലെന്നേ. ആരെങ്കിലും സ്ക്രീൻ ഷെയർ ചെയ്ത് നോക്കാവോ? ഏതാണ് സ്റ്റോക്ക്? ഏതാ? മസ്ദ. സ്ക്രീൻ ഷെയർ ചെയ്തോ. MAZDA. സ്ക്രീൻ ഷെയർ ചെയ്തോ. സെക്കൻഡ്. എനിക്ക് സ്ക്രീൻ ഷെയർ ഒന്നും കാര്യമില്ല, എനിക്ക് എന്റെ ആപ്പിൽ നോക്കണം. അല്ല, നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്തോ. ലാപ്പല്ലേ? അല്ല, ഞാൻ മൊബൈലാ. ഞാനും മൊബൈലാ. MAZDA. മസ്ത. അത്രേ ഉള്ളൂ. ഇത് വീക്കിലി യൂസി അടിച്ച് സ്റ്റോക്ക് അല്ലേ ഇത്? എന്താ? 20% യൂസി അടിച്ചിരിക്കുന്ന സ്റ്റോക്ക് അല്ലേ ഇത്? അതെ, 20%. അതായത് പിന്നെ എന്റെ ഒരു ഇതില് കയറാനുള്ള സ്റ്റോക്കാണ്. കാരണം വെയിറ്റ്, വീക്കിലി ഒന്ന് ഇട്ട് നോക്കൂ. വീക്കിലി ഞാൻ കൂടുതൽ ലോങ് ടൈം ഫ്രെയിമാണ് നോക്കാറുള്ളത്. വീക്കിലി ആ ഒരു സ്ട്രക്ചർ
വീക്കിലി ജസ്റ്റ് റിവേഴ്സ് വീക്കിലി പറഞ്ഞാല് കൺഫേം ആയോന്ന് ചോദിച്ചു കഴിഞ്ഞാല് 50 മൂവിങ് ആവറേജിന് എബോ ക്രോസ് 350 ആയിട്ടുണ്ട്. ആ 350 ബ്രേക്ക് ചെയ്യാൻ വല്ല ചാൻസ് ഉണ്ടോന്ന് അറിയാം. ഇല്ല, ഇത് ഈ ഒരു ഏരിയ ബ്രേക്ക് 350 വരെ പോണമെന്നില്ല. ആക്ച്വലി ഇത് 1, 2 ഈ 20 മൂവിങ് ആവറേജ് ഒരു പ്രാവശ്യം 50 താഴ്ത്ത് വന്നു, വീണ്ടും ക്രോസ് ചെയ്ത് മോളിൽ പോയി, വീണ്ടും താഴ്ത്ത് വന്നു, ഹൈ വോളിയത്തിൽ വീണ്ടും ക്രോസ് ചെയ്ത് കയറുവാണ്. അപ്പോൾ ഒരു 20 ആ ഒരു സ്ലോ മൂവിങ് ആവറേജ് ഇപ്പൊ ഡബിൾ ടാപ്പ് ചെയ്താ കയറുന്നത്. കൂടി വെയിറ്റ് ചെയ്ത് 50ക്ക് 20 മൂവിങ് ആവറേജിന്റെ വീക്ക്ലിയിൽ 20 മൂവിങ് ആവറേജ് 50നെ ക്രോസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു നമുക്കൊരു സേഫ് എൻട്രി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ 50 മൂവിങ് ആവറേജിന്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസിങ് ഇട്ടിരിക്കുവാണ്. ആ ക്യാൻഡിൽ അടിപൊളി ക്യാൻഡിലാണ്, അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിലാണ്. അത് മാത്രമല്ല MACD ജസ്റ്റ് സിഗ്നൽ ലൈനെ ക്രോസ് ചെയ്ത് മുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും ഒരു പെർഫെക്റ്റ് എൻട്രി ടൈം ആണ്. MACD ഒരു എൻട്രി പോയിന്റ് ആയിട്ട് പറയുന്നതല്ലോ. വീക്കിലി വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പൊ നല്ലൊരു എൻട്രി ടൈം ആണിത്. പിന്നെ ജസ്റ്റ് ഒന്ന് വോളിയം കൂടി നോക്കിക്കോട്ടെ, ഒറ്റ സെക്കൻഡ് ഒന്ന് വോളിയം കൂടി നോക്കിക്കോട്ടെ. വോളിയം 1.37. വീക്കിലി 1.37, ഡെയിലി നോക്കണേ, ഡെയിലി 1.3 ആണ്. ഒറ്റ സെക്കൻഡ്, നിങ്ങൾ നോക്കണ വോളിയം അല്ല ഞാൻ നോക്കണേ. സോറി. കൺസോൾട്ടേഷൻ ബ്രേക്ക് അല്ലേ? അതെ. ഇത് ശരി. ആക്ച്വലി 1 മന്ത്ലി ഡെലിവറി വോളിയം ഒക്കെ ഇത് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഡെലിവറി വോളിയം വളരെ ഹെവിയാണ്. കഴിഞ്ഞ 5 ദിവസത്തെ ഡെലിവറി വോളിയം ആവറേജ് എന്ന് പറയുന്നത് 64% ആണ്. പ്രീവിയസ് മന്തിൽ 46 ആയിരുന്നു. പക്ഷെ ട്രേഡിംഗ് വോളിയം കുറഞ്ഞു വരുന്നു, ടോട്ടൽ ട്രേഡഡ് വോളിയം കുറഞ്ഞു വരുന്നു. അപ്പൊ അത് ഇല്ല, അതൊരു പോസിറ്റീവ് സൈൻ ആണ് കാണിക്കുന്നത്. അതായത് ഇനിയിപ്പം അതിന്റെ ട്രേഡേഴ്സ് വന്നിട്ട് പിന്നെ ട്രേഡേഴ്സ് ബയേഴ്സ് ആണ് വരുന്നതെങ്കിൽ പിന്നെ നല്ല രീതിയിൽ മൂവ് ചെയ്ത് കയറി പോകും. അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ തിരിച്ചിറങ്ങാനും സാധ്യതയില്ലാതില്ല. മുകളിലോട്ട് പോകാനാണ് കൂടുതൽ സാധ്യത. നന്നായി. ഈ ഡെലിവറി വോളിയം എവിടെന്നാ നോക്കിയത്? ഡെലിവറി വോളിയം നമുക്ക് പിന്നെ മണി കൺട്രോളിൽ നോക്കാം. മണി കൺട്രോളിൽ നോക്കാം. ഒരു മാസത്തെ ആവറേജും 1 വീക്ക് ആവറേജും ഒക്കെ നോക്കാൻ പറ്റുള്ളൂ. എല്ലാ ആപ്പിലും നോക്കാൻ പറ്റും. ഞാൻ ഇപ്പൊ നോക്കിയ ജിയോത്തിന്റെ ആപ്പിലാ. ഇന്ന് ജിയോജിത്തിന്റെ ആപ്പിൽ നോക്കി എല്ലാം കറക്റ്റ് ആയിരിക്കും. ഏതാ? ഇന്ന് ജിയോജിത്തിന്റെ ആപ്പിൽ നോക്കി എല്ലാം കറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. എന്താ? സാറ്റർഡേ സൺഡേ ഫുള്ള് എററാണ് അവരുടെ ആപ്പ്. അത് ഫുൾ മെയിൻ്റെനൻസ് മോഡാ. സാറ്റർഡേ ഈ ഡെലിവറി വോളിയം ഇന്നലത്തെ അല്ലേ കാണിക്കുന്നത്? ഇന്നലത്തെ ഡെലിവറി വോളിയം എനിക്ക് ചില ദിവസം 3 കോടി വരെയൊക്കെ പ്രോഫിറ്റ് ഇട്ടിട്ടുണ്ട് എന്റെ പോർട്ട്ഫോളിയോയില് സാറ്റർഡേ. അത് മറ്റേ പിന്നെ ഇതല്ലേ മോക്ക് ട്രേഡിംഗ് നടക്കണല്ലേ? അത് മോക്ക് ട്രേഡിംഗ് ആണ്. അത് മിക്കവാറും ബ്രോക്കർ ആപ്പിലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അല്ലാതെ അവര് മെയിൻ്റെനൻസും റിഫ്രഷും ഡാറ്റ അപ്ഡേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ചുമ്മാതെ ഫിഗറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടും. മാറും. അതവരുടെ സിസ്റ്റം മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ വരുന്നതായിരിക്കും. ഒരു ദിവസം ഒരു ദിവസം അങ്ങ് സന്തോഷിക്കണ്ട ബ്രോ. അതെ, അതിന് വേണ്ടിട്ടാണ്. അത്രയെങ്കിലും അവര് ചെയ്യുന്നില്ലേ? സാറ്റർഡേ സൺഡേ ഇതിപ്പോ ഈ സ്റ്റോക്ക് യൂസ് ചെയ്യാതല്ലേ, അപ്പൊ നെക്സ്റ്റ് ഡേയും കൂടെ യൂസ് ചെയ്യാൻ നമുക്ക് എങ്ങനെ എൻട്രി കിട്ടുക? നെക്സ്റ്റ് ഡേ ആവോ? ട്രേഡിംഗ് നടന്നല്ല യൂസ് ചെയ്യാവുന്നേ, അപ്പൊ എൻട്രി എടുക്കാമല്ലോ. അല്ല, ഓപ്പണിംഗ് തന്നെ യൂസ് ചെയ്യാകാലോ. ദബ്രയിലൊക്കെ അങ്ങനെയല്ലേ അത്? അങ്ങനെ ആവണ്ട. അത് ന്യൂസ് ബേസ്ഡ് അല്ലേ? ഇതിന് ന്യൂസ് വല്ലതും ഉണ്ടോ? ഇല്ല, മസ്ദ ട്രേഡ് ചെയ്താണ് യൂസ് ചെയ്തത്. മസ്ദ ട്രേഡ് ചെയ്ത് യൂസ് ചെയ്തതാണ്. മസ്ദ ആണ് ഇന്ത്യയിലെ വൺ ഓഫ് ദ മേജർ SLD ഇവാപ്പറേറ്റർ മാനുഫാക്ചറേഴ്സ്. അതെ, ജാപ്പനീസ് മൾട്ടിനാഷണൽ.
സീറോ ഓട്ടോമാറ്റിക് ലിക്വിഡ്. മാനുഫാക്ചർ ആണ്. ഇപ്പോ അതല്ല, SLD ഇവാപ്പറേറ്റർ മാനുഫാക്ചർ ഉണ്ട്. സീറോ ലിക്വിഡ് ഡിസ്ചാർജ് ഇവാപ്പറേറ്റർ മാനുഫാക്ചറേഴ്സ് ആണ് ഇവര്. ആ ന്യൂ ഗവൺമെന്റ് റൂള് വന്നിട്ടുണ്ട്. ഓൾ ദ റീസൈക്ലിംഗ് ഇൻഡസ്ട്രീസ് മസ്റ്റ് യൂസ് SLD ഇവാപ്പറേറ്റേഴ്സ്. ഓക്കെ, മേ ബി അതൊരു പോസിറ്റീവ് ആയിരിക്കാം അല്ലേ? പോസിറ്റീവ് സൈനിലാണ് ഈ സാധനം 20% യൂസ് വന്നത്. അതല്ലേ. നാളെ യൂസ് ചെയ്യാതെ കുഴപ്പമില്ല. അല്ല, ന്യൂസ് ബേസ്ഡ് കയറ്റമാണെന്നുണ്ടെങ്കിൽ വോളിയം ട്രേഡഡ് വോളിയം ഹൈ കാണിച്ചേനല്ലോ. ട്രേഡിംഗ് വോളിയം വളരെ ലോ ആണ് അതിനകത്ത്. ആഫ്റ്റർ മാർക്കറ്റ് ആണ് ന്യൂസ് വന്നത്. അപ്പൊ പിന്നെ ഇനി അങ്ങോട്ട് 2-3 ദിവസത്തേക്ക് യൂസ് ചെയ്യായിരിക്കും. ആണോ? അപ്പൊ നന്നായി. എനിക്ക് ഇടാൻ പറ്റത്തില്ല അല്ലേ? ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ടുണ്ടോ മസ്ത? അതുകൊണ്ടല്ലേ പറഞ്ഞത്. ആണോ? ഞാൻ നോക്കി വെച്ചതായിരുന്നു. ജയം ഓർഡർ ഇട്ടോ? അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. ജുനൈദ് ഇട്ടിരിക്കുന്നത് ചുമ്മാ അല്ല. നിങ്ങള് എന്ത് മാർക്കറ്റ് ഓർഡർ ആണ് ഇട്ടത്? ജയം ഓർഡർ ആണ് ഇട്ടേ? ഇതിങ്ങനെ പെട്ടെന്ന് ഇന്ന് കയറാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ? പെട്ടെന്ന് കയറിയത് ന്യൂസ് ബേസ്ഡാ? അല്ല, അത് ഇത്രയും നാള് അവര് റേഞ്ചിൽ നിന്ന് ട്രേഡ് ചെയ്തോണ്ടിരുന്നതല്ലേ. ഇപ്പൊ ഒരു ന്യൂസും കൂടെ വരുമ്പോ ഒരു സപ്പോർട്ട് അല്ലേ? റെജിന പൊതുവെ കൺസോൾട്ടേഷനിലാണല്ലോ വാങ്ങാറ്. അതെ കൺസോൾട്ടേഷൻ അതെ. സ്റ്റേജിൽ വാങ്ങുന്ന ആളല്ലേ? അല്ല, ഞാൻ വാങ്ങുന്നത് പിന്നെ ഇതിന്റെ അകത്തോട്ട് ഇടാൻ പറ്റത്തില്ലല്ലോ. ഞാൻ വാങ്ങുന്നത് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് താഴും. എന്നെ അങ്ങനെ ഉദ്ദേശിച്ച് പറയണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, നമ്മളിങ്ങനെ 20% ആവുന്ന കാത്തിരിക്കാതെ റെജിന ചെയ്യുന്ന പോലെ അത് നല്ലൊരു ഐഡിയ അല്ലേ? കൺസോൾട്ടേഷന്റെ നമ്മൾ പല ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 1-2 വീക്ക്, ഒരു 1-2 ദിവസത്തെ കാര്യമല്ല പറഞ്ഞത്. ചില ചാർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1 മന്തോളം കൺസോൾട്ടേഷനിൽ കാണാം. അപ്പൊ പിന്നെ നമ്മളത് അന്നേരം അതിലെ വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. സമാധാനം ഉണ്ടല്ലോ. അതെ, അപ്പൊ അതുപോലത്തെ നോക്കി എൻട്രി എടുക്കുന്നതല്ലേ കുറച്ചുകൂടെ സേഫ്. കാരണം നമ്മുടെ ഞാൻ സ്റ്റോപ്പ് അങ്ങനെ ലോസ്. എടുക്കാറുള്ളൂ. ഇനി എന്റെ ഒരു സ്ട്രാറ്റജി എനിക്ക് അങ്ങനെ മാത്രമേ ഒരു കംഫർട്ട് സോൺ ഫീൽ പക്ഷെ ചെയ്യാറുള്ളൂ. ഞാൻ ചോദിക്കുന്നത് അതുപോലത്തെ സ്റ്റോക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന്. ഇപ്പൊ ഒരു 1 മന്ത് കൂടുതല് ഞാന് പറയട്ടെ, ഞാന് ഈ പിന്നെ നമ്മളുടെ എന്താണ് മറ്റേ സ്റ്റോക്ക് സ്കൗട്ട്, വിഗ്രോ ആപ്പുകൾ ഉണ്ടല്ലോ. അതില് എപ്പോഴും ഇങ്ങനെ അലർട്ടുകൾ വരും. മീൻസ് ഇതിന്റെ അകത്ത് നടക്കുന്ന എല്ലാ കോർപ്പറേറ്റ് ആക്ഷൻസും അതിൽ അപ്പോ അപ്ഡേറ്റ് ആവും ട്വിറ്ററിൽ. അപ്പോ ആ സ്റ്റോക്കുകൾ നമുക്കിപ്പോ കേട്ടിട്ട് പോലും ഇല്ലാത്ത സ്റ്റോക്കുകളായിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അതിൽ ആ ആക്ഷൻ നടക്കുന്നതിന്റെ മെസ്സേജ് വരുമ്പോഴായിരിക്കും എനിക്ക് ആ ഒരു കമ്പനിയുടെ പേര് കിട്ടുന്നത്. അപ്പൊ ചുമ്മാ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കും. എന്നിട്ട് പിന്നെ അതിന്റെ ചാർട്ടും ഒക്കെ എടുത്ത് നോക്കും. അങ്ങനെയാണ് ഈ കമ്പനികളുടെ നെയിമൊക്കെ. അല്ലാതെ നമ്മളിത് എവിടുന്നാ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത്? ഞാൻ അങ്ങനെ കൂടുതലും സ്ക്രീനറും ഒന്നും നോക്കാറില്ല. ഞാൻ കൂടുതലും ഇങ്ങനെയാണ് സ്റ്റോക്ക് എനിക്ക് കിട്ടുന്നത്. മീൻസ് വിഗ്രോ പിന്നെ സ്റ്റോക്ക് സ്കൗട്ട്, ഇത് രണ്ടിലും ഏത് ചെറിയ ആക്ഷൻസ് ആണെങ്കിലും അവർ അതിൻ്റെ അകത്ത് അപ്പോഴേ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഇപ്പൊ ഞാൻ ഇന്നിപ്പോ പറഞ്ഞില്ലേ മറ്റേ സിന്ധു ട്രേഡ് ലിങ്ക്സിൻ്റെത്, അതും അതിൻ്റെ അകത്ത് വന്നതാണ്. വിഗ്രോയിലും സ്റ്റോക്ക് സ്കൗട്ടിലും വന്നതായിരുന്നു. അപ്പൊ അതിന്റെ അപ്ഡേഷൻ വന്നപ്പോ അതെന്താ സംഭവം എന്നുള്ളത് നോക്കി. ആ സമയത്തായിരുന്നു നമ്മളുടെ ഒരു വലിയൊരു എമൗണ്ടിന്റെ ഒരു സെക്യൂരിറ്റീസിൽ ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോക്ക് ഭയങ്കരമായിട്ട് 2 lakhs സംതിങ് ലിസ്റ്റ് ചെയ്തില്ലായിരുന്നോ? ഓർമ്മയുണ്ടോ? എന്താ എന്റെ പേര്, എല്ലാവർക്കും ഓർമ്മയുള്ളതാണല്ലോ. ഭയങ്കര ന്യൂസ് വന്നല്ലേ അത്. 2 lakhs സംതിങ് ആണ് അതിന്റെ വാല്യൂ. അത് വളരെ ചെറിയ റേറ്റിൽ ട്രേഡ് ചെയ്തോണ്ടിരുന്നിട്ട് എൽസിഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അപ്പൊ അപ്പൊ ആ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ട്രേഡ് ലിങ്ക്സ് ആ ഒരു പേരുകൾ വരുന്ന കുറെ സ്റ്റോക്കുകൾ അങ്ങനെ നോക്കിയ സമയത്താണ് ഇവര് ഇൻവെസ്റ്റ്മെന്റിന്റെ ഈ ഒരു ന്യൂസ് ഞാൻ കണ്ടത്.
ഈ സ്കൗട്ട് കോസ്റ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താണോ? ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ. മീൻസ് ആപ്പ് എന്ന് വെച്ചാല് ഇത് അവരുടെ സൈറ്റ് ഉണ്ടല്ലോ, അവരുടെ സൈറ്റിൽ നമ്മൾ പിന്നെ നമ്മളുടെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പെയ്ഡും ഉണ്ട് അൺപെയ്ഡും ഉണ്ട്. പിന്നെ നമ്മൾ കുറേ പേര് റെഫർ ചെയ്ത് അതിൻ്റെ ലിങ്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസ് അവർക്ക് ഫ്രീ ആയിട്ട് 3 months എന്തോ കിട്ടുകയും ചെയ്യും. നമുക്കത് പിന്നെ പൈസ കൊടുക്കാതെ തന്നെ ആക്ടിവേറ്റ് ആവുകയും ചെയ്യും. നമുക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും. ഒരാളെ വാട്സാപ്പിലും റെഫർ ചെയ്യുമ്പോൾ മെസ്സേജ് 1 വരാറുണ്ട് week. തോന്നുന്നുണ്ട്. വാട്സപ്പിൽ അപ്പോഴപ്പോഴും അപ്ഡേറ്റ്സ് വരാറുണ്ട്, എക്സിലും വരാറുണ്ട്. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ ഞാനത് ഓൺ ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നോട്ടിഫിക്കേഷൻസ്. അപ്പോഴ് ആ കമ്പനികൾ നമ്മൾ എടുത്ത് നോക്കും. ഒന്നും കേട്ടിട്ടില്ലാത്ത എത്രയോ കമ്പനികൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ് അതിന് പിന്നെ അതിന്റെ ചാർട്ട് നോക്കും. ആ ന്യൂസ് ബേസ് മാത്രം ഞാൻ അങ്ങനെ എടുക്കാറില്ല. പിന്നെ അതൊരു കൺസോൾട്ടേഷനിലൊക്കെ ആണോന്ന് നോക്കും. സിന്ധു ട്രേഡിന്റെ ഒക്കെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് എത്ര നാള്. ഇപ്പൊ ഞാൻ ഈ മസ്ദയുടെ പറഞ്ഞ കണക്കാണ് അതും. അതിന്റെ ചാർട്ടും ഒക്കെ എടുത്ത് നോക്കുമ്പോ, വീക്കിലി ചാർട്ട് നോക്കുമ്പോ ഒന്ന് എടുത്ത് നോക്കിയാൽ അറിയാം കുറേ നാളെ അവര് റേഞ്ചിൽ കിടന്ന് ട്രേഡ് ചെയ്യുന്നത്. സിന്ധു ട്രേഡ്ലേഴ്സ് ഇപ്പൊ അടുത്ത് വാങ്ങിച്ചാണോ? അല്ല, ഈ 2025 ഫെബ്രുവരി ടൈമിൽ ഞാൻ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ഗ്രൂപ്പിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഈ മെസ്സേജും ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. മീൻസ് ഈ സ്കൗട്ടിൽ വന്ന വീഗ്രോയിൽ നിന്ന് വന്നായിരുന്നു തോന്നുന്നു. എന്നിട്ട് പിന്നെ ഞാൻ വാങ്ങിയതിന് ശേഷം പിന്നെ അത് 4 points താഴെ പോയി. ഞാൻ 18.3 ആ റേഞ്ചിലായിരുന്നു വാങ്ങിയത്. പിന്നെ അത് 14 വരെ പോയിരുന്നു. ഇപ്പൊ 35 100% പ്രോഫിറ്റ് ആയി അപ്പൊ അല്ലേ? ഓൾമോസ്റ്റ് 98 പോയിന്റ് സംതിങ്. അപ്പൊ പക്ഷെ അതിന്റെ ആ ചാർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ വാങ്ങിച്ചതിന് ശേഷമാണ് ആ 14 പോയത്, ആ താഴേക്ക് പോയത്. അത് ശരിയാ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ച് വലിയൊരു ക്യാൻഡിൽ ഫോം ചെയ്തു, തിരിച്ചു കയറിയത്. അപ്പോ ഇന്നത്തെ ക്ലാസ് ഫിനിഷ് ആക്കാല. ജോബി ലെഫ്റ്റ് ചെയ്തോ? ഇല്ല, ആരൊക്കെ ലെഫ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. ലെഫ്റ്റ് ആണോ? അപ്പൊ ജോബി താങ്ക്സ് കേട്ടോ. 2 മണിക്കൂറാണ് ജോബി നമുക്ക് വേണ്ടി കാത്ത് വെയിറ്റ് ചെയ്തത്. കാരണം ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പൊ ഫുഡ് പോയിട്ട് വേഗം കഴിക്കൂ. അപ്പൊ താങ്ക്സ്. താങ്ക് യു. ജോബി ഫുഡ് കഴിച്ചില്ലായിരുന്നു. ഡാനിയൽ ബ്രോ, ഇല്ല, ഖത്തറില് ഫുഡ് ടൈം ആവണല്ലേ ഉള്ളൂ. 2:30 മണി ആയിട്ടില്ല, സമയത്തില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ഡൗട്ട് ചോദിച്ച അതിപ്പോ ഇന്ന് മൊത്തം കറങ്ങി ജോബി കഴിച്ചോളൂ, അത് പ്രശ്നമൊന്നുമില്ല. അതെ, ആ 2 മണിക്കൂറിന്റെ ത്യാഗം ഇപ്പൊ 4 ഐറ്റം ആയിരിക്കും. ഇന്ന് ഏറ്റവും കൂടുതൽ ഡൗട്ട് ചോദിച്ച അവാർഡ് ബെന്നിന് തോപ്പിച്ച് ഞാൻ കരസ്ഥമാക്കിയിരിക്കുന്നു. പ്രത്യേകം ആദരിക്കുന്നതായിരിക്കും ഗ്രൂപ്പില്. അതെ, പെട്ടെന്ന് എന്തായിരുന്നു ലിക്വിഡിറ്റിന്റെ മലയാളം? തരളിതമായി. അത് കേട്ടപ്പോ തരളിതമായി. അതെ, പല വാക്കുകളും നമ്മളെ പഠിപ്പിച്ച ബെന്ന്. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. അപ്പൊ ഇനിയും കാണാം. ബൈ ജോബി, താങ്ക് യു. ജോബി താങ്ക് യു. എല്ലാവർക്കും താങ്ക്സ്. അതെ, നമ്മളിനി അവിടുന്ന് കാണും. ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഓടി. ഇടയ്ക്ക് ഞങ്ങള് ചോദിച്ചായിരുന്നു, ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചായിരുന്നു.